ദാസിയെ ഈ അസാദ് ചാനലിൻ്റെ ഗോഡ് സർവൻ്റ് എന്നുള്ളതായ പ്രത്യേക പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അവരെ ഒന്നിച്ച് ആരാധനയ്ക്ക് പോയി. എൻ്റെ പിതാവെന്ന് അല്പം എഡ്യൂക്കേറ്റഡൊക്കെ ആയിരുന്നത് കൊണ്ട് സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററും പിന്നെ ചർച്ചിൻ്റെ ഓരോ സ്ഥാനങ്ങളൊക്കെ സെക്രട്ടറി ഇങ്ങനെയുള്ള ഓരോ സ്ഥാനങ്ങളൊക്കെ അദ്ദേഹത്തിന് കൊടുത്തു. ഒരു സഹോദരിയും പൈശാചിക ബാധയാല ഭവനത്തിൽ വന്നു, ആ ദേവദാസൻ്റെ ഭവനത്തിൽ വന്നു. രണ്ടാമത്തെ ചർച്ച് ആരംഭിച്ച ആ സമയം ഉടനെ ഒരു പാട്ട് കിട്ടി, അഭിഷേകത്തിൽ ആരാധിക്കാൻ ഒരു ശക്തി ലഭിച്ചു. അവിടെ നിന്ന് ചില മണിക്കൂറുകൾ ആരാധിക്കേണ്ടതായി തീർന്നു. ഏതായാലും 2021 ജൂൺ മാസം 13-ാം തീയതി ഏർലി മോർണിംഗ്, ഒരു സൺഡേ ഏർലി മോർണിംഗ് 5 o'clock ആകുമ്പോൾ ഡോക്ടേഴ്സ് വിളിച്ചു പറയുന്ന വാർത്ത, നിൻ്റെ ഭർത്താവ് ലോകത്തിലില്ല എന്നുള്ളതാണ്. മറ്റുള്ളവർ അലറിക്കരയുന്നത് പോലെ അലറിക്കരയുവാനും വേദനപ്പെട്ട് ഞരങ്ങുവാനൊന്നും ദൈവം എന്നെ അനുവദിച്ചില്ല. എന്തോ ഒരു മനോധൈര്യം, അത്യന്തമായൊരു ശക്തി എനിക്ക് ദൈവം നൽകി തന്നു. നമ്മളിൽ ദൈവം ചെയ്ത പ്രവർത്തികളെ മറ്റുള്ളവരോട് ഘോഷിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ നീതിയും പ്രവൃത്തിയും വെളിപ്പെടുമെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ എൻ്റെ ജീവിതാനുഭവത്തിൽ കൂടെ കഴിഞ്ഞു. അങ്ങനെ ദൈവത്തിൻ്റെ ദാസന് കിട്ടിയ ഒരു ആലോചനയായിരുന്നു, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം ഇതിനെ തികയ്ക്കുമെന്ന്. അങ്ങനെ ഞങ്ങൾ വിശ്വസ്തരായി ഇത്രത്തോളം ജീവിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. മനുഷ്യരുടെ വാക്കുകളെ ഭയപ്പെടുന്നു, പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഭയപ്പെടാറുണ്ട്. പക്ഷേ അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ കൽപ്പനകളും ഉപദേശങ്ങളെയും വിട്ടൊരു ശുശ്രൂഷ ചെയ്യുവാൻ ഞാൻ മുതിരുകയും യേശു ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലാത്തവർക്ക് യേശുവിനെ അറിയിക്കുക, അതാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ദൗത്യം അത്. എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ജയിലറ കിട്ടിയാൽ അവിടെ പറയും, തെരുവീഥികൾ കിട്ടിയാൽ അവിടെ പറയും, ചന്തസ്ഥലം കിട്ടിയാൽ അവിടെ പറയും. ഇതാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ജൂൺ മാസം മുതൽ പിറ്റേ ഡിസംബർ വരെ, 21 ഡിസംബർ വരെ സൂമിൽ കൂടെ തന്നെ നമ്മുടെ ആരാധനയും കാര്യങ്ങളും പോയി. ആ ഒരാഴ്ച ഒഴികെ മറ്റെല്ലാ ആഴ്ചകളും സൂമിൽ മീറ്റിംഗ് നടന്നു. മീറ്റിംഗ് ലീഡ് ചെയ്യാൻ തക്കവണ്ണം അന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രാപ്തയല്ല, എനിക്ക് അതിനുള്ള ധൈര്യമില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. രണ്ടാമതൊരു ലേഡി എന്ന നിലയിൽ നമ്മുടെ കേരള സിസ്റ്റം അനുസരിച്ച് ഒരു ചർച്ച കൊണ്ടുപോകുന്നത് അത്രമാത്രം ഒരു നല്ല അവസ്ഥയുമല്ല. അറിയാമല്ലോ, ഒത്തിരി അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ വരാൻ ചാൻസ് ഉള്ളൊരു അനുഭവം. അപ്പോൾ എനിക്കതിനുള്ള ആഗ്രഹവുമില്ല. അപ്പം ഞങ്ങളുടെ കൂടെ തന്നെ ചർച്ചിൽ ഉണ്ടായിരുന്നൊരു സഹോദരൻ നോർത്ത് ഇന്ത്യയിൽ പോയിരുന്നു. അദ്ദേഹം ആ മീറ്റിംഗ് ലീഡ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ 2022 ആയപ്പോൾ ഈ ചർച്ചുകളെല്ലാം തുറന്നു. നമ്മുടെ ഇവിടെ ബഹ്റിനിൽ ചർച്ചുകളെല്ലാം തുറന്നു, എല്ലാ രാജ്യങ്ങളിലും തുറന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ചർച്ച ഓപ്പൺ ചെയ്ത് ആത്മാക്കളൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിക്കുക, കർത്താവ് എൻ്റെ കൂടെ 5-6 പേരുണ്ട്, ഇവരെ ഞാൻ എവിടെ വിടും, എന്ത് ചെയ്യും, ആരെ ലീഡിങ്ങിന് വിളിക്കും, എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ ആ ചർച്ചിലുള്ളൊരു സഹോദരൻ എന്നെ ഭയങ്കരമായിട്ട് ഇൻസിസ്റ്റ് ചെയ്യുക, ഇത് കർത്താവ് സിസ്റ്ററിനെ ഏൽപ്പിച്ച, സിസ്റ്റർ അങ്ങ് ചെയ്താൽ മതി. നോക്ക്, തമിഴ്നാട് ബോർഡറിൽ താമസിക്കുന്ന ഒരു ദൈവാസന പുള്ളി, തമിഴ്നാട്ടിലൊക്കെ സഹോദരിമാരാണ് ചെയ്യുന്നത്. എന്നെ ഒത്തിരി എൻകറേജ്. ഞാൻ ഇദ്ദേഹത്തിൻ്റെ വാക്കും കേട്ട് ഞാൻ ഇറങ്ങി തിരിച്ചാൽ ഞാൻ ഒത്തിരി തിക്താനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഞാൻ അങ്ങനെ ചെയ്യില്ല. പല സൂം മീറ്റിങ്ങിൽ ഞാൻ കയറിയിരുന്നപ്പോൾ എന്നോട് സ്തോത്രം അനേകർ ദൈവദാസന്മാർ, പ്രവാചകന്മാർ ആലോചന പറയുന്നു, നിനക്ക് പ്രത്യാശയുടെ താഴ്വരയായ ആഖോർ താഴ്വരയെയും മുന്തിരിത്തോട്ടങ്ങളെയും അവകാശമായി തരും. ഈ വാക്കുകളെയൊക്കെ കേട്ടിട്ട് ഞാൻ പറഞ്ഞു, എത്രയോ വാഗ്ദത്തങ്ങൾ എൻ്റെ മേൽ ഇനിയും നിവർത്തിക്കാൻ കിടക്കുന്നു. ഈ ദൈവദാസന്മാർ പിന്നെ എന്നോട് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ഒരു പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കത്തില്ല എന്ന് തന്നെ തീരുമാനിച്ചു. പിന്നെയും പരിശുദ്ധാത്മാവ് ഇങ്ങനെ തന്നെ എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ദൈവസന്നിധിയിൽ ഒരു 21 ദിവസം ഉപവസിപ്പാൻ ആഗ്രഹിച്ചു. ഒറ്റയ്ക്ക് ഉപവസിപ്പാൻ ആഗ്രഹിച്ചു. 21 ദിവസം ഉപവസിക്കുന്നതിൻ്റെ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഹൃദയത്തിൽ പെട്ടെന്നൊരു ചിന്ത. ഗിദെയോൻ ദൈവത്തിൻ സന്നിധിയിൽ ഒരു അടയാളം ചോദിച്ചു. കർത്താവേ, തുകൽ ഉണങ്ങിയിരുന്നാൽ നീ എന്നെ മിദ്യാനി ശക്തിയെ ക്ഷയിപ്പിക്കാൻ വിളിച്ചിരിക്കുന്നു എന്ന് ഞാൻ ഉറയ്ക്കും. കാരണം എനിക്ക് സംശയിക്കാൻ കാരണമുണ്ട്. യഹോവ നിന്നോടുകൂടെയുണ്ട്, പരാക്രമശാലിയെ നീ ഇറങ്ങിത്തിരിച്ചോ എന്ന് പറഞ്ഞപ്പോൾ അവൻ ചോദിക്കുന്നു, യഹോവ ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നിട്ടാണോ ഈ മിദ്യാനി ശക്തി ഇത്രയും കാലം ഞങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ എന്തടയാളത്തിൽ, എന്ത് ഉറപ്പോടെ ഇത് ചെയ്യണം? അദ്ദേഹം പറയുന്നു, തുകലുണങ്ങിയിരിക്കണം, കർത്താവ് അത് ചെയ്തു കൊടുത്തു. ഇനി കളമുണങ്ങിയിരിക്കണം, ദൈവം അത് ചെയ്തു കൊടുത്തു. അവൻ ചോദിച്ച അടയാളങ്ങളെ ചെയ്തു കൊടുത്തെങ്കിൽ ഈ ദൈവസഭ എന്ത് ചെയ്യണമെന്ന് ഞാനൊരു അടയാളം ചോദിക്കും. ആ അടയാളം അങ്ങ് ചെയ്തു തന്നാൽ ഞാനിതിനെ കണ്ടിന്യൂ ചെയ്യാൻ കർത്താവ്. പിന്നെ വരുന്നതായ നിന്ദകളും പിന്നെ വരുന്ന പ്രയാസങ്ങളും ഞാൻ സഹിക്കാം. ആ രീതിയിൽ ഞാൻ ദൈവത്തോടൊരു അടയാളം ചോദിച്ചു. ഞാൻ ചോദിച്ചത് ഒരു കുടുംബം, കാരണം സാധാരണ ലേഡീസ് നമുക്കറിയാം കേരളത്തിൻ്റെ സിസ്റ്റം അനുസരിച്ച്, മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും കേരള സിസ്റ്റം അനുസരിച്ച് ലേഡീസ് നടത്തുന്ന ചർച്ച എന്നൊക്കെ പറയുമ്പോൾ അത്രമാത്രം ആരും അത്ര ഒരു വില കൊടുക്കത്തില്ല. അപ്പോൾ ഒരു പുതിയ കുടുംബമൊക്കെ വരാനായിട്ട് വളരെ മടിക്കും. പക്ഷേ ദൈവത്തോട് അങ്ങനെ തന്നെ ശക്തമായ ഒരു അടയാളം ചോദിച്ചു. ഒരു കുടുംബം എൻ്റെ സഭയിൽ പുതുതായി വന്നാൽ ഞാൻ വിശ്വസിക്കും എന്നെക്കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന്. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു സഹോദരി എന്നെ വിളിച്ചു, സിസ്റ്ററെ, ആൻറ്റി, എനിക്കവിടെ ഇപ്പം നിൻ്റെ കൂടെ ആരുണ്ട്? ഞാനിപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ, എൻ്റെ ഭർത്താവും കുഞ്ഞുങ്ങളും ഈ മാസം വരുമെന്ന് പറഞ്ഞു.
പക്ഷെ ഞാൻ ദൈവത്തോട് പറയുക, ഞാൻ ചോദിച്ച ആലോചന, ആഗ്രഹം, അല്ലെങ്കിൽ ഞാൻ ദൈവത്തോട് പറഞ്ഞതായ ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് എനിക്ക് ഫാമിലി വേണമെന്നല്ലേ. അപ്പോൾ ആ സഹോദരി അന്ന് പറഞ്ഞെങ്കിലും, ഇവിടുത്തെ പ്രസിദ്ധമായ ഒരു ചർച്ചിൽ പോകുന്നൊരു സഹോദരിയാണ്, ഹൈന്ദവ മതത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവളാണ്. പക്ഷേ പൂർണ്ണമായ ഒരു വിടുതലിലേക്ക് ഭർത്താവും കുഞ്ഞുങ്ങളും വന്നിട്ടില്ല. പ്രിയപ്പെട്ടവൾക്ക് അല്പമായ ഇതുണ്ടെങ്കിലും പുള്ളിക്കാർത്തി അത്ര സാറ്റിസ്ഫൈഡ് അല്ല ചർച്ചിൽ. അതൊക്കെ ഞാൻ പിന്നീടാണ് അറിയുന്നത്. പക്ഷെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തൻ്റെ ഭർത്താവും കുഞ്ഞുങ്ങളും വന്നു. അവർ ആദ്യമായിട്ട് എൻ്റെ സഭയിൽ കാലുകുത്തുന്നു. അവർ ഒരുമിച്ച് ആ ചർച്ച ഇന്നുവരെയും ദൈവകൃപയാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി ഇവർ കടന്നു പോകുന്നു. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, അപ്പം ഞാൻ തീരുമാനിച്ചു കർത്താവ് എന്നോട് എന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന്. അങ്ങനെ ആ ചർച്ച ഞാൻ ഏറ്റെടുത്തു. ഞാൻ പറഞ്ഞല്ലോ, മുന്നിൽ നിന്നുള്ള ശുശ്രൂഷകൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ കൃപയാൽ ദൈവം എന്നെ ഓരോ ദിവസവും വളർത്തിക്കൊണ്ടിരിക്കുന്നു. പുതിയ ആത്മാക്കളെ, സഹോദരിമാരെയൊക്കെ നേടാൻ ദൈവം എന്നെ സഹായിച്ചു. ജോലിസ്ഥലങ്ങളിലൊക്കെ ചിലരോട് സുവിശേഷം പറയാനും ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള അവസരം ഇപ്പോഴും ദൈവം എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ ദാസന് കിട്ടിയ ഒരു ആലോചനയായിരുന്നു, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം ഇതിനെ തികയ്ക്കുമെന്ന്. അദ്ദേഹം അത് ഞങ്ങളുടെ കബോർഡുകളിലും ഞങ്ങളുടെ എവിടെയെല്ലാം തനിക്കത് ഫിക്സ് ചെയ്ത് വെക്കാമോ അവിടെയെല്ലാം കമ്പ്യൂട്ടറിൽ പ്രിൻ്റ് എടുത്തുകൊണ്ടുവന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആ വചനത്തിൻ്റെ ശക്തി എനിക്കന്നും മനസ്സിലായിട്ടില്ല. എൻ്റെ വിചാരം യേശുക്രിസ്തുവിൻ്റെ വരവോളം എന്തെങ്കിലുമൊക്കെ നടക്കുന്ന കാര്യത്തെക്കുറിച്ച്. അങ്ങനെയല്ല, കർത്താവ് നമ്മളിൽ ആരംഭിച്ച ഒരു പ്രവൃത്തിയുണ്ട്. ആ പ്രവൃത്തിയെക്കുറിച്ചാണ് പറയുന്നത്. സ്തോത്രം. അങ്ങനെ ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പം ചർച്ച തുടങ്ങി. ചർച്ച ആയി കഴിയുമ്പോൾ പെട്ടെന്ന് സ്നാന ശുശ്രൂഷ, തിരുവത്താഴ ശുശ്രൂഷയൊക്കെ ആര് ചെയ്യും? ഇതിനെക്കുറിച്ച് വലിയ ഭാരമുണ്ടായി. കർത്താവേ, ഇതിനെന്ത് ചെയ്യും? അപ്പോൾ അന്ന് തന്നെ നമ്മുടെ ആദ്യത്തെ തിരുവത്താഴത്തിന് സണ്ണിച്ചാനെയാണ് ഞാൻ വിളിച്ചത്. അദ്ദേഹം കുടുംബമായി കടന്നു വന്നു. അപ്പം അദ്ദേഹം കടന്നു വന്ന് നമ്മുടെ ശുശ്രൂഷ ചെയ്തു. ആ ഇതിനു വേണ്ടി നമ്മുടെ തിരുവത്താഴ പാത്രങ്ങൾ, അതിനെ ഓർത്ത് ഞാൻ വളരെ വ്യാകുലതയായിരുന്നു. ഈ പാത്രം ഞാൻ എന്ത് ചെയ്യും? ആർക്ക് കൊടുക്കും? ഇത് നഷ്ടപ്പെടുത്താൻ പറ്റുമോ? കർത്താവേ, ഇതിനെ ഓർത്ത് ഞാൻ ഒത്തിരി കരഞ്ഞു. ഈ തിരുവത്താഴ പാത്രം കൊണ്ട് ഞാൻ എന്ത് ചെയ്യും എന്നുള്ളതിനെ ഓർത്ത്, ഇതിങ്ങനെ നഷ്ടമാകാനായിരുന്നോ ഞങ്ങളെ ഇത് എടുപ്പിച്ചതെന്നൊക്കെ ഓർത്ത് ഞാൻ ഒത്തിരി വ്യാകുലപ്പെട്ടു. പക്ഷേ സർവശക്തൻ ഒരു അബദ്ധവും പറ്റത്തില്ല. ദൈവം സർവശക്തനാണ്. അവൻ ഒന്നറിയാതെ ഒന്നും ചെയ്യുന്നില്ല. ഉദ്ദേശങ്ങളെ കൂടാതെ അവൻ ഒന്നും ചെയ്യുന്നില്ല. യോബ് പറയുന്നു, തൻ്റെ കഷ്ടകാലത്തിൻ്റെ കഠിനശോധനയിൽ യോബ് പറയുന്നു, യഹോവേ, നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. അങ്ങനെ വിശ്വസിച്ച ഭക്തനു വേണ്ടി അത് അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ യോബ് തൻ്റെ വായിൽ നിന്ന് പുറപ്പെടുവിച്ചു, കർത്താവേ, നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ലെന്നും. ആ വചനം പുറപ്പെട്ടു കഴിഞ്ഞപ്പോൾ പിന്നത്തെ ദിലിത അവൻ്റെ ജീവിതത്തിന് വ്യത്യാസം വരികയാണ്. തനിക്ക് നഷ്ടമായതെല്ലാം ദൈവം മടക്കി കൊടുക്കുകയാണ്. അപ്പം അത്ഭുതങ്ങളെ ദൈവം ചെയ്യണമെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളെ വിശ്വസിക്കുകയും നമ്മുടെ നാവ് കൊണ്ട് നാം അതിനെ പറയുകയും ചെയ്യണം. ശാപത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും വാക്ക് നമ്മുടെ വായിൽ തന്നിരിക്കുന്നു. ഇത് നമ്മുടെ നാവിന്മേലിരിക്കുക. നാം ഇത് നടക്കും, സംഭവിക്കും, കർത്താവിന് വേണ്ടി നിൽക്കും, പ്രവർത്തിക്കുമെന്നാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹവും നാവ് കൊണ്ടുള്ള സംസാരമെങ്കിൽ അതിനുള്ള വഴികളും മുഖാന്തരങ്ങളും ദൈവം ഒരുക്കി തരും. ഇതെൻ്റെ ജീവിതാനുഭവങ്ങളാണ്. സ്തോത്രം. അങ്ങനെ ഞങ്ങളുടെ തിരുവത്താഴത്തിന് വേണ്ടിയും സ്നാന ശുശ്രൂഷയ്ക്ക് വേണ്ടിയൊക്കെ കർത്താവിൻ്റെ ദാസന്മാരെ ഞങ്ങൾ വിളിച്ചു. അങ്ങനെ മുന്നോട്ട് പോയി. സ്തോത്രം. ഇത്രത്തോളം ദൈവം ഞങ്ങളെ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവൻ്റെ മരണത്തിന് ശേഷം എൻ്റെ കുഞ്ഞുങ്ങൾ, മൂത്ത മകൻ, എനിക്ക് 2 ആൺകുഞ്ഞുങ്ങളാണുള്ളത്. മൂത്ത മകൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ജോലിയോട് ബന്ധപ്പെട്ടായിരിക്കുന്നു. അപ്പോൾ ഇളയ മകനെ 12ാം ക്ലാസ് കഴിഞ്ഞ്. അതൊക്കെ വലിയൊരു സംഭവമാണ്. എന്ന് വെച്ചാൽ 10ാം ക്ലാസ് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ഇളയ മകനാണല്ലോ, അവന് വലിയ മാനസികമായ ദുഃഖമുണ്ടാകും. ഒരു വലിയ ഫ്ലാറ്റിൽ അവനെ മാത്രമാക്കിയിട്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. പോകുമ്പോഴൊക്കെ എൻ്റെ ഹൃദയം വളരെ തുടിക്കും, ഈ കുഞ്ഞിന് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. 8 മണിക്കൂർ രാത്രിയിൽ ഞാനില്ല. അങ്ങനെയൊക്കെ ഞാൻ വളരെ വേദനപ്പെട്ടിട്ടുണ്ടെങ്കിലും എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ഒന്നിനും കേടുവരാതെ എൻ്റെ കുഞ്ഞുങ്ങളെ ദൈവം പരിപാലിച്ചു, എന്നെ പരിപാലിച്ചു. അങ്ങനെ ഞങ്ങൾ വിശ്വസ്തരായി ഇത്രത്തോളം ജീവിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. എനിക്കൊന്നേ പറയുവാനുള്ളൂ, നമ്മൾ കർത്താവിൽ ആഗ്രഹിക്കുന്ന, സ്തോത്രം, ദൈവമക്കളെ, സഭാപ്രസംഗി ശലോമോൻ പറയുന്നു, സ്തോത്രം, യൗവനക്കാര, നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക, അല്ലെങ്കിൽ ദുർദിവസങ്ങൾ വരും. സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇല്ലാതെ പോകും. മഴ പെയ്തതിനു ശേഷം മേഘങ്ങൾ തിരിച്ചു വരുന്നൊരു സമയമുണ്ടാകും. ഇങ്ങനെയുള്ള ദുർദിവസങ്ങൾ വരും. അതിനു മുമ്പേ ഇതാരാണ് പറയുന്നത്? ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുകയാണ്. താൻ ജീവിതത്തിൻ്റെ സകല സുഖങ്ങളും ജഡീക സംഭവങ്ങളും ജഡീക ജീവിതവും ഒക്കെ നയിച്ച് എല്ലാത്തെയും രുചിച്ചു നോക്കിയ ശേഷം താൻ പറയുകയാണ്, ഹാ മായ സകലവും മായത്രേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുകയും യേശു ക്രിസ്തു മാത്രം രക്ഷിതാവെന്ന് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉറയ്ക്കുകയും, അതെ, നമ്മുടെ ഈ സെലക്ഷൻ നമ്മളുടേതാണ്. നമുക്ക് വേണമെങ്കിൽ ആത്മീയമായതിനെ, നിത്യതയെ തിരഞ്ഞെടുക്കാം. ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഏത് രീതിയിൽ ജീവിച്ചാലും 2 ഓപ്ഷൻ ദൈവം കൊടുത്തിട്ടുണ്ട്. ഒന്നിൽ നിങ്ങളുടെ മരണത്തിന് ശേഷമുള്ള നിങ്ങളുടെ ആത്മാവിൻ്റെ നിത്യത, അതൊന്നിൽ നിത്യ നരകമാകാം, അല്ലെങ്കിൽ നിത്യ സ്വർഗമാകാം. ഇത് രണ്ടും നമ്മുടെ സെലക്ഷനകത്തിലുള്ളതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ആദിയിൽ ഏദാം തോട്ടത്തിൽ തന്നെ കർത്താവ് അങ്ങനെയാണ് ചെയ്തത്.
നടുക്കുകൊണ്ടെന്നൊരു വൃക്ഷത്തെ നട്ടു, കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ രുചികരവുമായൊരു ഫലം അതിന്മേൽ ഉണ്ടായി. കർത്താവ് പറയുന്നു, തിന്നരുത്, പക്ഷേ തിന്നുന്ന നാളിൽ നീ മരിക്കും. സെലക്ഷൻ നിൻ്റേതാ. മരിക്കണമെങ്കിൽ നിനക്ക് തിന്നാം, മരിക്കാതിരിക്കണമെങ്കിൽ നീ തിന്നരുത്. പക്ഷെ അവൻ തിന്നു, അവൻ മരിച്ചു, ആത്മീയ മരണം സംഭവിച്ചു. അങ്ങനെ സകല മനുഷ്യരും പാപികളായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ആദാമ്യ പാപത്താൽ നാം എല്ലാവരും പാപികളായി തീർന്നു. ഈ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ ആദിമപിതാക്കന്മാർ പല പ്രവർത്തികളും യാഗങ്ങളും ചെയ്തു. അതിൽ ദൈവത്തിന് പ്രസാദമില്ല, അതിൽ നിന്നൊരു പൂർണ്ണമായ വിടുതലുണ്ടാകുകയില്ല എന്ന് മനസ്സിലായി. യഹോവയായ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. അവൻ്റെ രക്തത്താൽ പൂർണ്ണമായൊരു വിടുതൽ നമ്മുടെ ആത്മാവിന് സംഭവിച്ചിട്ട് ഈ ആത്മാവിനെ നിത്യതയിൽ എത്തിക്കണമെന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടെ തൻ്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. യേശു ക്രിസ്തു നിന്റെ രക്ഷിതാവെന്ന്, എൻ്റെ ദൈവമെന്ന് നാവ് കൊണ്ട് ഏറ്റുപറയുന്ന ദിവസം, ആ നിമിഷം തന്നെ യേശു നിങ്ങളുടെ അടുക്കിലേക്ക് വരും. അവൻ്റെ പ്രവൃത്തികൾ നിന്റെ ജീവിതത്തെ ജീവിപ്പിക്കുന്നതായി തീരും. ഇന്നുവരെയും മരണത്തിന് അധീനമായിരിക്കുന്ന സാത്താന്യ ബലത്തെ കെടുത്തുവാൻ നമുക്കൊന്നേ ചെയ്യുവാനുള്ളൂ. യേശു ക്രിസ്തു രക്ഷിതാവാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെട്ടാൽ അടുത്ത സംഭവമാണ് സ്നാനം. യഹോവയുടെ കൽപ്പനയാണത്. സ്നാനം എന്ന് പറയുമ്പോൾ പലതരത്തിൽ നമ്മളെ ഉപദേശങ്ങൾ പറയുന്നുണ്ടെങ്കിലും കർത്താവിൻ്റെ വചനവും യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന മാതൃകയെന്ന് പറയുന്നത് മുഴുവൻ സ്നാനമാണ്. മുങ്ങി സ്നാനപ്പെടുക എന്നുള്ളതാണ്. അതായത് രക്ഷ സത്യമാണെന്നും യേശു ക്രിസ്തു രക്ഷകനാണെന്നും ഞാൻ സ്നാനത്തിൽ വിശ്വസിക്കുന്നു എന്നും ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടി പങ്കാളിയാകുവാൻ സമർപ്പിക്കുന്നു എന്ന് നിന്റെ നാവ് കൊണ്ട് ഏറ്റുപറയുവാൻ നീ പ്രാപ്തിയുള്ളവനാകുമ്പോൾ അതാണ് സ്നാനത്തിലേക്ക് ഇറങ്ങുവാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. സ്നാനം കഴിച്ചവർ വിശുദ്ധ ജീവിതം നയിക്കണം. വിശുദ്ധ ജീവിതം നയിച്ചാൽ കാഹളം ധ്വനിക്കും. ഹല്ലേലൂയ. ആ കാഹളധ്വനിയിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അതിനുശേഷം ജീവനോടെ ഇരിക്കുന്ന നാം രൂപാന്തരം പ്രാപിക്കും. നമ്മുടെ നഷ്ടമാകാത്തൊരു സംഭവമുണ്ടല്ലോ ആത്മാവെന്ന് പറയുന്നത്. ഈ ദേഹവും ദേഹിയും ഈ ഭൂമിക്കടിമയായി മാറും. ഇത് ഭൂമിയിലേക്ക് മൺമറഞ്ഞു പോകും. പിന്നെ ഇതിന് യാതൊരു പ്രസക്തിയുമില്ല. മനുഷ്യ, നീ മണ്ണാകുന്നു, നീ മണ്ണിനോട് ചേരുമെന്ന് പറഞ്ഞു. മണ്ണിനോട് ചേരും, പൊടിയോട് ചേരും. പിന്നെ ഇതിനൊരു പ്രസക്തിയും ഇല്ലാതാകും. പിന്നെ ഒറ്റ കാര്യമേ അവശേഷിക്കുന്നുള്ളൂ, നിത്യമായ ഒരു സ്വർഗം. പ്രിയരെ, നിങ്ങൾ നിത്യസ്വർഗത്തെ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് തന്നെ രക്ഷ കരസ്ഥമാക്കുക. ഇന്ന് തന്നെ കൽപ്പനകളെ പ്രമാണിക്കുക. കർത്താവിന് വേണ്ടി വിശുദ്ധ ജീവിതം നയിപ്പാൻ സമർപ്പിച്ചു കൊടുക്കുക. അതല്ല നിത്യനരകമാണ് നിങ്ങളുടെ സെലക്ഷൻ എങ്കിൽ, കെടാത്ത തീയും കൊത്തുന്ന പാമ്പും കുത്തുന്ന തേളും കെടാത്ത അഴുകി നിങ്ങളുടെ ശരീരത്തെ തകർത്ത് കളയുന്നതായ ചാകാത്ത പുഴുവും, ഇങ്ങനെ ജീവിതത്തിൽ ശക്തിയേറിയ പ്രതികൂലങ്ങൾ ഈ ലോകത്തിൽ അനുഭവിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നത്, അതിലൊക്കെയും അതിശക്തമായ ഹല്ലേലൂയ പ്രതികൂല സാഹചര്യങ്ങൾ അനുഭവിക്കുന്ന നരകത്തിലേക്ക് നമുക്ക് കടന്നു പോകാനിടയായി. ഏത് വേണമെന്നുള്ളൊരു സെലക്ഷൻ നിങ്ങൾ എടുക്കണം. ഇത് നിങ്ങളുടെ തീരുമാനമാകട്ടെ. നിങ്ങളുടെ സെലക്ഷനായി ഞാൻ വിട്ടുതരുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കർത്താവ് നമുക്ക് ഒരുമിച്ച് നിത്യതയിൽ കാണണം. ക്രിസ്തുവിനായി ജീവിച്ചാൽ നമുക്ക് നിത്യതയിൽ പോകാം. ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എന്തോ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. വളരെ വളരെ അനുഭവങ്ങളോടുകൂടി, എസ്പെഷ്യലി കർത്താവിൻ്റെ ദാസി ആ ചെറുപ്രായത്തിൽ നോർത്ത് ഇന്ത്യയിലേക്ക് ജോലിയോടനുബന്ധിച്ച് അയക്കുകയും അവിടെ ഉണ്ടായതായ എക്സ്പീരിയൻസ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഭാവിയിൽ ഒരു ശുശ്രൂഷയുടെ ആ മണ്ഡലത്തിലേക്ക് കർത്താവ് നയിക്കുവാൻ വേണ്ടി ഒരു ട്രെയിനിങ് പീരീഡ് ആയിരുന്നു അവിടെ. അനേകരും ബൈബിൾ കോളേജിൽ പോയിട്ട് ഇപ്പോഴും സുശേഷ ഫീൽഡിൽ ഇല്ല, അനേകരില്ല. എന്നാൽ കർത്താവിൻ്റെ ദാസി അങ്ങനെ അനുഭവത്തിൽ കൂടി നോർത്ത് ഇന്ത്യയിൽ നടത്തി പഠനവും അതോട് അനുബന്ധിച്ച് തന്നെ ശുശ്രൂഷയുടെ ഭാഗമാകുവാൻ, കണ്ടിട്ടില്ലാത്ത ശുശ്രൂഷയോട് ചേർന്ന് നിന്ന് അത് വലിയൊരു ദൈവിക പ്ലാനായിരുന്നു പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. അത് ഇത്രത്തോളം ഇവിടെ എത്തിക്കുവാൻ, ഈ ഒരു പ്രത്യേകമായ നിലയിൽ ഒരു സഭ നടത്തുവാൻ, ഒരു കൂട്ടായ്മ നടത്തുവാൻ തക്കവണ്ണം കർത്താവ് ശക്തമായിട്ട് ഉപയോഗിച്ചത് ഓർക്കുമ്പോൾ നിശ്ചയമായും കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ചും കർത്താവ് ദാസിയുടെ മാതാവിൻ്റെ ആ ഒരു സ്റ്റെപ്പ്, ആ ഒരു ബോൾഡ്നെസ്, കർത്താവിനെ അനുസരിക്കുവാനും എടുത്ത തീരുമാനം മുമ്പോട്ട് കടന്നു പോകുവാൻ തക്കവണ്ണം കർത്താവ് കൊടുത്ത കൃപ, ഇറ്റ്സ് അമേസിങ്. ഐ മീൻ അതൊരു വലിയൊരു സ്റ്റെപ്പാണത്. അതിന് മുഖാന്തരമായിട്ടാണല്ലോ കുടുംബത്തിൽ അനേകർ ഒരു വ്യക്തി നേരെ നിന്ന് കഴിഞ്ഞാൽ, വചനപ്രകാരം വ്യവസ്ഥപ്രകാരം നിന്ന് കഴിഞ്ഞാൽ അനേകരെ നേടുവെന്ന കോണം കഴിവെന്നുള്ളതിനുള്ളൊരു സൂചനയാണത്. തീർച്ചയായിട്ടും ഏകദേശം 1 മണിക്കൂറോളമായി
പ്രേക്ഷകരെല്ലാവരും വളരെ സന്തോഷകരമായി ഇരിക്കുന്നു ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കാരണം ഇത്രത്തോളം ശക്തമായ ഒരു അനുഭവം ചെറുപ്രായം മുതൽ അനുഭവിച്ച കർത്താവിൻ്റെ ദാസിയാണ് നമ്മുടെ കൂടെ ഇന്നിപ്പോൾ ആയിരിക്കുന്നത്. സ്തോത്രം. ഈ സാക്ഷ്യം അനേകർക്ക് അത് പ്രചോദനമായി തീരട്ടെ എന്ന് ഞാൻ പൂർണ്ണമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. കർത്താവ് ദാസ്, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ചെറുപ്രായത്തിൽ കേരളത്തിൽ നിന്ന് ദൂരദേശത്ത് നോർത്ത് ഇന്ത്യയിൽ പേരൻസ് കൂടെയില്ല, അങ്കിളുമാർ ആൻറ്റിമാരും കൂടെയില്ല. ആ ഒരു ലൈഫ് എങ്ങനെയായിരുന്നു? ഐ മീൻ ഫ്രീഡമുണ്ട്, എന്നാൽ ദൈവ സാന്നിധ്യമുണ്ട്, കൂട്ടായ്മയ്ക്ക് പോകുന്നുണ്ട്. ആ ഒരു ലൈഫ് എങ്ങനെയായിരുന്നു? ഐ മീൻ ആരെങ്കിലും പ്രേരണയാലാണോ ഈ ആത്മീയമായി മുന്നേറാനിടയായത്, അതോ ദൈവവുമായി കർത്താവുമായിട്ടൊരു അങ്ങനെ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടായിട്ടുണ്ടോ? വ്യക്തിപരമായ എന്തെങ്കിലും ഒരു അനുഭവം? ഞാൻ വടക്കേണ്ടിയിൽ നേഴ്സിങ്ങിൻ്റെ ഇതിനു വേണ്ടി പോകുമ്പോൾ അന്ന് എൻട്രൻസ് എഴുതിയ പാസ്സാകേണ്ടി. അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ സ്വദേശികളായ ആൾക്കാർക്കാണ് കൂടുതൽ പ്രിഫറൻസ് ഉള്ളത്. നമ്മൾ ഈ കേരളത്തിൽ നിന്ന് പോകുന്ന അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ചെല്ലുന്ന 9 പേരെ എടുക്കും. 9 പേരാണ് അവിടെ സീറ്റുള്ളൂ, 9 സീറ്റേ ഉള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 900-ലധികം ആൾക്കാർ അന്ന് വരും നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി. ആക്ച്വലി എനിക്ക് നേഴ്സിങ്ങിനോട് അത്ര വലിയ താല്പര്യമില്ല. ഞാൻ ഈ കണക്കിനകത്ത് അല്പം മിടുക്കിയൊക്കെ ആയിരുന്നതുകൊണ്ട് അതിനോട് റിലേറ്റഡായി വല്ലതും പഠിക്കണം അങ്ങനെയൊക്കെ ആയിരുന്നു ചിന്തയെങ്കിലും എൻ്റെ മാതാവിനെ ഞാൻ പറഞ്ഞല്ലോ പല പ്രാവശ്യം സർജറി ചെയ്തു. അങ്ങനെയുള്ള വിഷയങ്ങൾക്ക് വേണ്ടി എൻ്റെ ഫാദറിൻ്റെ സിസ്റ്റേഴ്സ് 2 പേര് വടക്കേണ്ടിയിലുണ്ട്, ഈ സ്ഥലത്തുണ്ടായിരുന്നു, ബനാറസിലുണ്ടായിരുന്നു. അപ്പോൾ അവർ എൻ്റെ മാതാവിനെ അവിടെ കൊണ്ടുപോയി. ഞാൻ പഠിച്ച ഈ ഒരു വലിയ ഹോസ്പിറ്റൽ ബനാറസ് യൂണിവേഴ്സിറ്റി എന്ന് പറയും. അപ്പോൾ അവിടെ സർജറി ചെയ്യാമെന്നുള്ള രീതിയിൽ അവിടെ കൊണ്ടുപോയി. അപ്പം മാതാവിൻ്റെ അടുത്ത് അന്ന് ഞാൻ 12ാം ക്ലാസ്സിൽ പഠിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ മാതാവിന് ആ സർജറിയൊക്കെ ചെയ്യാനായിട്ട് വന്ന ഒത്തിരി സഹോദരിമാർ, ഈ നമ്മുടെ നേഴ്സുമാർ വെള്ള ഉടുപ്പൊക്കെ ഇട്ട് വരുന്ന കഴിഞ്ഞപ്പോൾ എൻ്റെ മാതാവിന് ഭയങ്കര ഒരു സന്തോഷം. എൻ്റെ കുഞ്ഞുങ്ങളിൽ ഒരാളെ നേഴ്സിങ്ങിലാക്കണമെന്നൊരാഗ്രഹം. അപ്പം നമ്മളെ തന്നെ എൻ്റെ മാതാവ് ഒന്ന് സെലക്ട് ചെയ്തു. എനിക്കത്ര ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ അച്ഛനോട് എന്ന് പറഞ്ഞ് 12ാം ക്ലാസ്സിൻ്റെ സയൻസിൻ്റെ സബ്ജക്റ്റ് എടുപ്പിച്ച് പിന്നെ സയൻസും കണക്കൂടെടുത്ത് അങ്ങനെയൊക്കെ ഒത്തിരി പ്രയാസപ്പെട്ട് ഞാൻ പഠിച്ചു വന്നു. അവസാനം ഇവിടേക്ക് പോകുമ്പോഴേ എനിക്ക് കിട്ടണമെന്നൊന്നുമില്ല. പിന്നെ എൻ്റെ പപ്പ വർക്ക് ചെയ്യടവും എൻ്റെ പപ്പയുടെ പെങ്ങന്മാരൊക്കെ ഉള്ള സ്ഥലം ഇതൊക്കെ ഒന്ന് കാണാമല്ലോ എന്നൊക്കെയുള്ള ചിന്തയേ ഉള്ളായിരുന്നു എനിക്ക്. അവിടെ അങ്ങനെ കടന്നു ചെന്ന് എൻട്രൻസ് എഴുതാൻ വേണ്ടി അന്ന് ഒരു 30 രൂപ കൊടുത്ത ഒരു പുസ്തകം കിട്ടും, ഒരു ജനറൽ നോളജിൻ്റെ പുസ്തകം. അതെൻ്റെ മാവൻ എൻ്റെ മേടിച്ചുകൊണ്ട് തന്നു. അദ്ദേഹം ഇത് തന്നപ്പോൾ ഇത് വായിച്ചു. എനിക്കൊന്നും അറിയത്തൊന്നുമില്ല. ഏതായാലും പരീക്ഷയ്ക്ക് പോയി. 1ാമത്തെ സ്ഥാനത്തിൽ എൻ്റെ പേര് സെലക്റ്റഡ് ആയി. അപ്പോൾ ഇത് കർത്താവിൻ്റെ ഒരു പ്രവൃത്തിയാണ്, അല്ലാതെ ഞങ്ങൾക്കൊന്നും ഈ നേഴ്സിംഗ് പഠിക്കാൻ നമ്മളിപ്പോൾ ഒരുപാട് പൈസയൊക്കെ മുടക്കിയാണല്ലോ. ഞാനൊരു സിംഗിൾ ഫിൽസ് പോലും എൻ്റെ ഭവനത്തിൽ നിന്ന് മുടക്കാൻ ഇടയായിട്ടില്ല. സെൻട്രൽ ഗവൺമെൻറ് സെലക്ഷൻ കിട്ടിയതുകൊണ്ട് യൂണിഫോം ഉൾപ്പെടെയുള്ള സകല കാര്യങ്ങളും അവരുടേതാണ്. അവർ 500 റുപ്പീസ് ആ കാലഘട്ടങ്ങളിൽ എനിക്ക് സ്റ്റൈഫൻഡ് കിട്ടും. അപ്പോൾ ആഹാരം അവിടെ നിന്നാണ്. പിന്നെ ഈ സ്റ്റൈഫൻഡ് കിട്ടുന്ന പണം നമ്മൾ സ്വരൂപിച്ച് വെച്ച് നമ്മൾ നാട്ടിലൊക്കെ വരുമ്പം ആ സമയങ്ങളിലൊക്കെ അത്രയും പൈസ മതി. 500 വെച്ചാൽ ഒരു എല്ലാ മാസമാണല്ലോ 500 കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലായതുകൊണ്ട് ഒരു പണം മുടക്കി പോലും ഞാൻ നേഴ്സിംഗ് പഠിച്ചിട്ടില്ല. പിന്നെ ആ പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആയിരുന്നുകൊണ്ട് അവിടെ ജോലി ലഭിച്ചു. അതിൽ ഏറ്റവും മാന്യമായ സാലറിയും നന്മയോടുകൂടിയാണ് ഞാനവിടെ ജോലി ചെയ്തത്. പക്ഷെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റേ 8 പേരും കാത്തലിക് വിഭാഗത്തിലുള്ള സഹോദരിമാരായിരുന്നു. നല്ല സഹോദരിമാരായി, എന്നെ ഒരിക്കലും ഒറ്റപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം വരുമ്പോൾ ഞങ്ങൾ തമ്മിൽ ഡിഫറെൻ്റ് ഒപ്പീനിയൻ ഉണ്ടാവും. അപ്പോൾ അന്നത്തെ കാലഘട്ടങ്ങളിൽ ഈ കാത്തലിക്കും പെന്തക്കോസ്തും തമ്മിലുള്ള വിവാദത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്നത് ഈ മാതാവിന് മേരി മറിയത്തെക്കുറിച്ച് പറയുമ്പോഴാണ്. നമ്മളത് ദൈവമായിട്ട് അംഗീകരിക്കുന്നില്ല, അവരതിനെ ആരാധിക്കുന്നു. അതിന്നുമുണ്ട്, അന്നുമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അന്നത്തെ എൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ് കർത്താവിൻ്റെ വചനം പറഞ്ഞ് എനിക്ക് ജയിക്കണം, ഞാൻ ആ ജയിച്ചെന്ന് എനിക്ക് വരുത്തണം, അങ്ങനെ ഞാൻ ആർഗ്യൂ ചെയ്യുമായിരുന്നു. അപ്പം വചനം പറയുമ്പോൾ ഈ സഹോദരിമാർക്ക് ഈ മേരി മറിയം ആരാധകയാണെന്ന് പറയാനല്ലാതെ കൂടുതലായിട്ട് വചനമൊന്നും അവർക്ക് അറിയത്തില്ല. അപ്പം ഞാനിങ്ങനെ വചനമൊക്കെ പറഞ്ഞ് അങ്ങനെയല്ല, ഇതാണ് സത്യം, യേശു കർത്താവ് അല്ലാതെ മറ്റൊരു ദൈവമില്ല, ഭൂമിയിൽ സ്വർഗത്തിനും ഭൂമിക്കും മനുഷ്യർക്കും ഇടയിൽ ഒറ്റ മധ്യസ്ഥൻ അവൻ കർത്താവായ യേശു ക്രിസ്തു, ഇത് പറഞ്ഞ് തറപ്പിച്ച് അവരെ മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു. ഈ വാക്കുകളൊന്നും പോലും അവർക്ക് സത്യത്തിൽ മനസ്സിലാക്കാൻ ഗ്രഹിക്കുവാനുള്ളതായ ഒരു കഴിവെന്നല്ല, നമുക്ക് ആത്മീയ കാഴ്ചപ്പാടില്ല. കഴിവില്ലാത്ത സഹോദരിമാരല്ല, നല്ല കഴിവുള്ള സഹോദരൻ, പക്ഷേ ആത്മീയ കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ട് ഈ മർമ്മം അവർക്ക് വെളിപ്പെടുത്തില്ല. എങ്കിലും കൃപയാൽ ഈ എന്ത് വിഷയങ്ങൾ വന്നാലും എന്നോടുകൂടെ സഹകരിക്കുകയും സ്നേഹിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ല സഹോദരിമാരാണ്. അവരുടെ സ്വഭാവങ്ങൾ കൊണ്ട് നമുക്ക് അവരെ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ആത്മീയ തലത്തിൽ വരുമ്പോൾ തന്നെ അപ്പോൾ തന്നെ കൊച്ചു പ്രായമൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ ഡിസംബർ 31-നും ഈസ്റ്റർ ടൈമിലൊക്കെ ഇവരുടെ പള്ളിയിൽ വലിയ പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. ഈ ഹോസ്റ്റലുള്ള സകല കുട്ടികളും അങ്ങ് പോകും. തന്നെ കിടക്കാൻ വയ്യതും ഞാൻ ഇവരുടെ കൂടെ ഒരു വട്ടം
പോയിട്ടുണ്ട്. പക്ഷേ അവിടെ ചെന്നപ്പോഴും ചെറിയ പ്രായമാണ്, കൂടുതൽ ദൈവവചനത്തെക്കുറിച്ച് അറിവില്ലെങ്കിലും ഈ കാണിക്കുന്നത് മൊത്തം തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ദൈവം കൃപ തന്നിട്ടുണ്ട്. അവർ പലതിനെയും വാർത്തുണ്ടാക്കുന്നു, പലതിനെയും നശിപ്പിച്ച് കളയുന്നു. അവരുണ്ടാക്കി വെക്കുന്നതായ ബിംബത്തെ ക്രിസ്തുവാണെന്ന് അവർ പറയുന്നു. നാളെ അതിനെ എടുത്ത് അടുപ്പിലിടുന്നു, മറ്റന്നാൾ വീണ്ടും അതിനെ പൊക്കിക്കൊണ്ടുവരുന്നു. ഇതാണോ യേശു കർത്താവെന്ന് ഞാൻ ഈ സഹോദരിമാരോട് പലരോടും ചോദിച്ചിട്ടുണ്ട്. യേശു കർത്താവിനെ ആ ഡിസംബർ 25 ജനിപ്പിച്ചുകൊണ്ട് വരുന്നു. കുറച്ച് ആ ഉണ്ണി യേശുവിനെ തന്നെയാണ് അവരിപ്പോഴും ആരാധിക്കുന്നത്. നമ്മുടെ ആരാധകനായ യേശു ക്രിസ്തു ഉണ്ണി യേശു അല്ല. ജനിച്ച കാലഘട്ടം മുതൽ തന്നെ അവൻ ചെറിയ പ്രായത്തിൽ തന്നെ ശാസ്ത്രിമാരോടും പരീശന്മാരോടും കൂടെ ഇരുന്ന് പരിജ്ഞാനത്തോടുകൂടി ദൈവവചനത്തെ വർത്തിച്ചു കൊടുത്തവനാണ്. ഇവൻ ഈ പരിജ്ഞാനം എവിടെ നിന്ന് കിട്ടുന്നതെന്ന് ചോദിക്കുമാറുള്ള പരിജ്ഞാനിയായ ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവം ഇവരെ ഉണ്ടാക്കി വെക്കുന്ന ഉണ്ണിയേശു അല്ല. പ്രിയമുള്ളവരെ, എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ഹല്ലേലൂയ ഈ ക്രിസ്തുവിനെ യഥാർത്ഥമായി അറിയുന്നുവെങ്കിൽ ദൈവവചനം വായിക്കണം. നമ്മൾ പാരമ്പര്യമോ പുരോഹിതന്മാരുടെയോ മറ്റേതെങ്കിലും മനുഷ്യരുടെയോ വാക്കുകളല്ല നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത്. കർത്താവിൻ്റെ വചനം വായിച്ചിട്ട് വചനത്തിലെ ക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കണം. ആ ക്രിസ്തുവിൽ നാം ദിനംതോറും വളർന്നാൽ മാത്രമേ, ഈ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് പലർക്കും ലഭിച്ചിരുന്നില്ല. അതേ ശിഷ്യന്മാരോട് കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾ എന്നെക്കുറിച്ച് ആരെന്ന് പറയുന്നു? ചിലർ ഏലിയാവാണ്, ചിലർ മോശയാണ്, ചിലർ യോഹന്നാനാണ്, പലതും പറഞ്ഞു. പക്ഷേ പത്രോസ് അപ്പോസ്തലൻ മാത്രം ആ വെളിപ്പാട്, നീയോ ദൈവപുത്രനായ ക്രിസ്തുവാകുന്നു, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഈ വെളിപ്പാട് നമുക്ക് ലഭിക്കണം. ഈ വെളിപ്പാട് ലഭിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ക്രിസ്തുവിലായി എന്ന് പറയാൻ കഴിയുകയുള്ളൂ. ഈ വെളിപ്പാട് ലഭിച്ച ഒരുവന് മാത്രമേ ക്രിസ്തുവിനെ ആരാധിക്കാൻ കഴിയുകയുള്ളൂ. എനിക്ക് ഈ ദിനത്തോട് പറയാനുള്ളത്, ഈ യേശു ക്രിസ്തുവിനെ അറിയാത്ത പ്രിയപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ക്രിസ്തുവിൻ്റെ വെളിപ്പാടിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പിതാവ് ഒരു ദുർസ്വഭാവിയായിരുന്നില്ലെങ്കിലും അദ്ദേഹം ദൈവത്തെ അറിഞ്ഞ് ഒരു വേർപെട്ട ക്രിസ്തീയ ജീവിതത്തിലേക്ക് വരുവാൻ വളരെ മടിയുള്ള വളരെ പ്രയാസമുണ്ടായിരുന്ന അനുഭവം ഉണ്ടായിരുന്നു. താൻ മാർത്തോമായുടെ കെട്ടുപാടുകളിൽ കിടന്നപ്പോൾ കെട്ടപ്പെട്ട കഴുതയെപ്പോലെ അവിടെ കിടന്നു. എന്നാൽ ദൈവത്തിൻ്റെ ഒരു ദർശനം, സ്നാനത്തെക്കുറിച്ചൊരു ദർശനം, രക്ഷയെക്കുറിച്ചൊരു ദർശനം തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ താൻ ആ പള്ളിയും പട്ടവും ഒക്കെ വിട്ടിട്ട് സ്ഥാനം പോയി. തൻ്റെ സ്കൂൾ ഹെഡ് മാസ്റ്ററും സഭയുടെ സെക്രട്ടറിയും നല്ല സ്ഥാനമാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന സാഹചര്യമായിരുന്നു. അതെല്ലാം കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഇതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് എടുത്തെറിഞ്ഞിട്ട് കർത്താവിൻ്റെ ഹല്ലേലൂയ ഈ ദൈവിക വെളിയിലേക്ക് മടങ്ങി വന്നത്. അത് ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി. ഇന്ന് ധൈര്യത്തോടെ എന്നെയും എൻ്റെ സഹോദരങ്ങളെയും നിർത്തിയിരിക്കുന്നത് എൻ്റെ മാതാവും പിതാവും എടുത്ത തീരുമാനമാണ്. എനിക്ക് എൻ്റെ കേൾവിക്കാരോട് പറയുവാനുള്ളത്, നിങ്ങളെടുക്കുന്ന തീരുമാനമാണ് നിങ്ങളുടെ തലമുറകളുടെ വിജയം. നിങ്ങൾ കെട്ടപ്പെട്ടവരായി കിടന്നാൽ തലമുറകൾ അതിലുമധികം കെട്ടപ്പെടും. ഇന്ന് പകൽക്കാലം ഒരു നല്ല തീരുമാനമെടുക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ അതിന്മേൽ വ്യാപരിക്കട്ടെ എന്ന് ഞാൻ പറയുക. സ്തോത്രം. സഭാപ്രസംഗിയിൽ ശലോമോൻ ഇങ്ങനൊരു വാക്യം പറയുന്നുണ്ട്, എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുക, അതത്രേ സകല മനുഷ്യർക്കും വേണ്ടത്. സ്തോത്രം. സകല മനുഷ്യർക്കും വേണ്ടുന്ന കാര്യം എന്താണ്? ദൈവത്തെ ഭയപ്പെടണം, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കണം. കൽപ്പന എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വന്നതുപോലെ ഒന്നാമത്തെ കൽപ്പനയാണ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി അംഗീകരിക്കുക. നാവ് കൊണ്ട് ഏറ്റുപറയണം, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, അവൻ മാത്രം കർത്താവെന്ന് വിശ്വസിക്കുകയും അവന് വേണ്ടി ജീവിക്കുവാൻ മനസ്സുവെക്കുകയും അവൻ്റെ പാതകളെ അനുകരിക്കുകയും ചെയ്താൽ നിങ്ങൾ ക്രിസ്തുവിലായി. നിങ്ങൾ ക്രിസ്തുവിലായാൽ ആ വിശുദ്ധ ജീവിതത്തിന് വളരെ പ്രാധാന്യമുണ്ട്. പ്രിയമുള്ളവരെ, ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് യാത്ര പുറപ്പെട്ടു വരുമ്പോൾ അവർക്ക് ആദ്യം മരുഭൂമിയിലേക്ക് കയറുമ്പോൾ വെള്ളമില്ല. വെള്ളം പാറയെ പിളർന്ന് കർത്താവ് വെള്ളം കൊടുത്തു. അത് കഴിഞ്ഞ് മുന്നോട്ട് കടന്നു വരുമ്പോൾ അവർക്ക് ഭക്ഷണമില്ല. സ്വർഗീയ മന്ന അവരുടെ ജീവിതത്തിൽ ആഹാരമായി കൊടുത്തു. മുന്നോട്ട് കടന്നു വരുമ്പോൾ പിന്നെ അവർക്ക് ഇറച്ചി ലഭിച്ചില്ല എന്നൊരു വേദനയും ഭാരവും നിരാശയൊക്കെ അവരുടെ ജീവിതത്തിലുണ്ടായി. ദൈവം കാടപ്പക്ഷിയെ കയ്യെത്താകുന്ന ദൂരത്ത് കൊണ്ടുവച്ച് കൊടുത്തു. ഇങ്ങനെ അവർക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുത്തപ്പോൾ കൽപ്പന പ്രമാണിക്കുന്നവനും ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവനും മത്സരിയായവനും വിവിധ രീതിയിലുള്ള ജനം ആ കൂട്ടത്തിലുണ്ട്. പക്ഷേ ദൈവം നന്മ കൊടുത്തപ്പോൾ ആരെയും വേർതിരിച്ചില്ല. അവരെ എല്ലാവർക്കും ആ നന്മ കൊടുത്തു. സൂര്യൻ ഉദിച്ചപ്പോൾ അതിന് കീഴിലുള്ള സകലർക്കും ആ സൂര്യപ്രകാശം ലഭിച്ചു. മഴ പെയ്തപ്പോൾ അതെല്ലാവർക്കും ലഭിച്ചു. പക്ഷെ കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൽ ഒരു വചനം എഴുതിയിട്ടുണ്ട്, അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെല്ലാവരും കുടിച്ചത് ആത്മീയ പാറയാകുന്ന ക്രിസ്തുവിൽ തന്നെയാണ്. അപ്പോൾ ഈ ഭൂമിയിലെ സമ്പത്ത്, അത് നന്മ ലഭിക്കുമ്പോൾ ദൈവത്തിന് എന്നോട് പ്രസാദമുണ്ടായത് കൊണ്ട് എനിക്ക് തന്നു എന്ന് നമുക്ക് പറയുവാൻ കഴിയുകയില്ല.
ദൈവം എല്ലാ ജാതികളുടെയും സകല മാനവജാതിയുടെയും ദൈവമാണ്. സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു ഞാനെന്ന് പറയുന്നു. അതുകൊണ്ട് ദൈവം ഒരു ജാതിയെ കാണുമ്പോൾ, ഒരു ഹൈന്ദവ സഹോദരനെയോ ഒരു മുസ്ലിം സഹോദരിയെ കാണുമ്പോൾ എൻ്റേതല്ല എന്ന് ഒരിക്കലും യേശു കർത്താവ് പറയുന്നില്ല. സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവ. ജാതിയും മതവും ഒക്കെ നമ്മളുണ്ടാക്കി വെച്ചതാ. കർത്താവ് മനുഷ്യനെയാ സൃഷ്ടിച്ചിരിക്കുന്നത്. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. കർത്താവിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാ. അതുകൊണ്ട് എന്ത് ചെയ്യണം? കർത്താവിൽ വിശ്വസിക്കണം. സ്തോത്രം. ഈ നന്മയുടെ പുറകെ നന്മയെ കണ്ടതിൽ വീണ് ദൈവം എന്നിൽ പ്രസാദിച്ചു എന്ന് വിചാരിക്കരുത്. ക്രിസ്തുവിന് പ്രസാദമുള്ള ജീവിതം എന്താണ്? ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കണം. ഇന്ന് എനിക്ക് എൻ്റെ കേൾവിക്കാരോട് പ്രത്യേകമായി പിന്നെയും പറയുവാനുള്ളത്, ദൈവത്തിൽ വിശ്വസിക്കുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുകയും അവനെ ഭയപ്പെട്ട് ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി തന്നെത്താൻ ഒരുക്കി മുന്നോട്ട് പോവുകയും ചെയ്താൽ നിത്യത നിങ്ങൾക്ക് അവകാശമായി തീരും. പ്രിയമുള്ളവരെ, കാഹളം ധ്വനിക്കും. ഹല്ലേലൂയ. ആ കാഹളധ്വനി കേൾക്കുവാൻ നമ്മൾ യോഗ്യരായി തീരണമെങ്കിൽ ഈ ആദ്യത്തെ സ്റ്റെപ്പാണ് രക്ഷയും സ്നാനവും. രക്ഷയും സ്നാനവും വിശുദ്ധ ജീവിതവും ഇല്ല എങ്കിൽ കാഹളം നിങ്ങൾ കേൾക്കുകയില്ല. കാഹളം കേട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ രണ്ടുപേർ ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഒരുവനെ കർത്താവ് കൊണ്ടുപോകും, മറ്റവൻ അവിടെ കിടക്കും. നിങ്ങൾ തപ്പി നടക്കും, എൻ്റെ കൂട്ടുകാരൻ എവിടെ, എൻ്റെ കൂട്ടുകാരി എവിടെയെന്ന്. പ്രിയമുള്ളവർ, ഇത് വരാതിരിക്കേണ്ടതിന് ഭർത്താവും ഭാര്യയുമായിരുന്നാലും മാതാവും പിതാവുമായിരുന്നാലും ഒരു കുടുംബത്തിൽ വസിക്കുന്നവരായിരുന്നാലും ദൈവത്തിൻ്റെ വരവെങ്കിൽ അത് കർത്താവിൻ്റെ കാഹള ശബ്ദം എന്നെയും കേൾപ്പിക്കണമേ, അതിനും ഞാൻ എന്നെയും കൂടെ യോഗ്യതയുള്ളവളാക്കി മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 10 കന്യകമാരല്ലേ ഒരുമിച്ച് കടന്നുപോയത്. 5 പേർക്ക് മാത്രമേ ദൈവീയ സാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞുള്ളൂ. മണവാളൻ വന്നപ്പോൾ 5 പേർ കൈവിട്ടുപോയി. ഇതൊക്കെ ഉദാഹരണമായി നമ്മോട് ദൈവം പറഞ്ഞിരിക്കുന്നത് ഇന്ന് ലോകത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. നമ്മൾ 10 പേർ ഒരു ആരാധനയിൽ ആരാധിക്കുന്നെന്നിരിക്കട്ടെ, അതിലും കൽപ്പന പ്രമാണിക്കാത്തവരും വിശുദ്ധ ജീവിതം ഇല്ലായിരിക്കുന്നവരും അന്യായം പ്രവർത്തിക്കുന്നവരും ഉണ്ടായിരിക്കാം. ഇവരെ എങ്ങനെ കർത്താവിൻ്റെ നമുക്ക് വേർതിരിക്കാൻ പറ്റുകയില്ല. അതേ, പതിരും കതിരും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ദിനമുണ്ടാകും. ഇപ്പോഴല്ലാതെ ഇപ്പം നോക്കുമ്പോൾ എല്ലാവരും ആത്മീയരാണ്, എല്ലാവരും നല്ലൊരു ഒരുപോലെ സഞ്ചരിക്കുന്നു. എന്നാൽ ഇതിൻ്റെ നന്മണികൾ ഏതാണ്, പതിരേതാണെന്ന് തിരിക്കുന്നൊരു ദിനമുണ്ടാകും. ന്യായവിസ്താര സഭയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ ബലത്തോടെ ഇരിക്കേണ്ടതിന്, നമ്മൾ ദൈവസന്നിധിയിൽ വിറയലില്ലാതെ നിൽക്കേണ്ടതിന്, വിശുദ്ധ ജീവിതം നയിച്ച് മുന്നേറുവാൻ ജനത്തെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. അങ്ങനെ കൽപ്പന പ്രമാണിച്ച് ക്രിസ്തുവിന് വേണ്ടി ജീവിപ്പാൻ നിങ്ങളോട് ഞാൻ ഹല്ലേലൂയ ദയവായി അപേക്ഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആരും നഷ്ടമാകരുത്. ക്രിസ്തുവിന് ഒരൊറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരാത്മാവ് പോലും നഷ്ടപ്പെട്ടു പോകരുത്, എല്ലാവരും നിത്യജീവൻ പ്രാപിക്കുകയാണ്. ഇതത്രേ ക്രിസ്തുവിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ ഏത് കുലത്തിലോ ഏത് സാഹചര്യങ്ങളിലോ ജനിക്കപ്പെട്ടവരായിരുന്നാലും നിങ്ങൾക്കൊരു സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിൽ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ യേശു നിങ്ങളിലേക്ക് സമാധാനം കൊണ്ടുവരും. സന്തോഷമില്ലാത്തൊരു ജീവിതാനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുപോകും. നിങ്ങളുടെ ദൈവം, ഈ ദൈവം യേശു ക്രിസ്തു, അവൻ മാത്രം ദൈവം, അവൻ ലോകരക്ഷിതാവ്, സർവ്വജനത്തിൻ്റെയും പിതാവ്, സർവ്വത്തിൻ്റെയും ദാതാവ്, അവൻ കർത്താവ്, അവൻ മാത്രം ദൈവമെന്ന് പിന്നെയും പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ഞാൻ നിങ്ങളെ ക്രിസ്തുവിൽ ഉറപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദാസിയുടെ മക്കളെ പറ്റി ഒന്നുകൂടെ വിവരിക്കാമോ? കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു? നാട്ടിലിപ്പോൾ ആരുണ്ട്? മാതാപിതാക്കൾ നാട്ടിൽ ഉണ്ടോ? എവിടെയാണ്? എൻ്റെ പിതാവ് ഏകദേശം 20 വർഷമായി നിത്യതയിൽ ചേർക്കപ്പെട്ടു. എൻ്റെ മാതാവുണ്ട്, 80-ലധികം വയസ്സോളമുണ്ട്. എങ്കിലും ആരോഗ്യവതിയായി ദൈവം നടത്തുന്നു. ഇപ്പോഴും പ്രവർത്തനത്തിൽ തന്നെയാണോ? പ്രവർത്തനമായിട്ട് പോകുന്നില്ല, കാരണം മുട്ടുകൾക്കൊക്കെ ചില പ്രയാസങ്ങൾ ഉള്ളതുകൊണ്ട് ഭവനത്തിലൊക്കെ. പക്ഷേ പ്രാർത്ഥനാ വീരയാണ്. രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്കും രാത്രി കാലങ്ങളിലും എപ്പോഴും എൻ്റെ മാതാവ് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. പ്രാർത്ഥിച്ച് നേടിയ അനുഭവം മാത്രമേ എൻ്റെ മാതാവിനുള്ളൂ. ആ കാലഘട്ടങ്ങളിൽ ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ഒക്കെ വന്നപ്പോൾ പ്രാർത്ഥനയാൽ അതിനെ അതിജീവിക്കുന്ന ഒരു മാതാവിനെയാണ് കണ്ടു വളരാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നത്. അതുകൊണ്ട് ദൈവം നമ്മുടെ തിമത്തിയോസിനോട് പറയുന്നത് പോലെ ഈ വിശ്വാസം നിന്റെ അമ്മയിലും നിന്റെ വല്യമ്മയെ യുനീക്കയിലും ലോവിസിലും ഉണ്ടായിരുന്നല്ലോ, ആ കൃപ എന്നതുപോലെയാണ് എനിക്ക് പറയുവാനുള്ളത്. അങ്ങനെ എൻ്റെ മാതാവിൽ ഉണ്ടായിരുന്നതായ ആ ദൈവസാന്നിധ്യവും ആ വിശ്വാസവും ആ ധൈര്യവും ഇന്ന് എന്നെയും പലതിനും ചലഞ്ച് ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രത്യേക കൃപയിലേക്ക് കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുക. ഒന്നും ആയിട്ടില്ല, ജസ്റ്റ് ഞാൻ പാതയിലാണ്, ജസ്റ്റ് ഞാൻ ആ ട്രാക്കിൽ കയറി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ദൈവം എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ഭർത്താവിൻ്റെ ഭവനത്തിലും പിതാവ് ചില വർഷങ്ങളായി നിത്യതയിൽ ചേർക്കപ്പെട്ടു. മാതാവ് മാത്രമുണ്ട്. മാതാവിനെ ഞാൻ അങ്ങനെ സംരക്ഷിക്കുന്നു. അങ്ങനെ കർത്താവ് നടത്തുന്നു ഞങ്ങളെ. എൻ്റെ മക്കൾ, ഞങ്ങൾക്ക് 2 ആൺകുഞ്ഞുങ്ങളാണുള്ളത്. മൂത്ത മകൻ ഞാൻ പറഞ്ഞല്ലോ ഈ പ്രത്യേക സമയത്ത്, അത് 2019 അവൻ എഞ്ചിനീയറിങ്ങിന് വേണ്ടി വറങ്കൽ NITയിൽ കടന്നുപോയി. അതൊരു അത്ഭുത സാക്ഷ്യമാണ്. സമയം പോയതുകൊണ്ട് എനിക്കത് പറയാൻ കഴിഞ്ഞില്ല. ഇടയ്ക്ക് കുഞ്ഞുങ്ങളുടെ സാക്ഷ്യം തന്നെ ഒരു വലിയ സാക്ഷ്യമുണ്ട്. അവിടെ അവൻ പഠിക്കാനൊക്കെ മിടുക്കനാണ്. NITയിൽ പോയി പഠിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അന്നേരം അതിനുള്ള സാഹചര്യം ഇല്ലെന്നല്ല, അത് വേണമെന്നൊരു ചിന്ത.
പക്ഷേ എങ്കിലും അവൻ്റെ ആഗ്രഹത്തിന് വേണ്ടി ഞങ്ങളത് സമർപ്പിച്ചു. അതിനൊരു ഏകദേശം 30 ലക്ഷം രൂപ അതിനു വേണ്ടി കൊടുക്കണം 4 വർഷത്തേക്കുള്ളത്. അപ്പം കുഴപ്പമില്ല, നമ്മൾ ചെയ്യാമെന്നുള്ള രീതിയിൽ ഞാൻ പല കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് അങ്ങനെ ചെയ്തപ്പോൾ അവിടെ കടന്നു ചെന്നപ്പോൾ എൻ്റെ കുഞ്ഞിനെ കർത്താവ് ഒരു അത്ഭുതം ചെയ്തതുപോലെ അവനോടൊരു ടീച്ചർ പറയുകയാണ്, ഇൻ്റർവ്യൂ ചെയ്ത ടീച്ചർ പറയുകയാണ്, നിന്നെ അവിടെ ഈ പൈസ കൊടുത്ത് പഠിക്കേണ്ടതുകൊണ്ട് പൈസ കൊടുക്കാതെ ഫ്രീ ആയിട്ട് സ്കോളർഷിപ്പിലുമുണ്ട്, കംപ്ലീറ്റ് സ്കോളർഷിപ്പിലേക്ക് മാറ്റി CIW എന്ന് പറയാം. അത് ആ സ്കോളർഷിപ്പോട് കൂടി പഠിക്കുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ 30 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞെടുത്ത് 5 ലക്ഷം 6 ലക്ഷം രൂപയ്ക്കകത്ത് കുഞ്ഞിനെ NITയിൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. വളരെ ചുരുക്കമായ തുക. അവിടെ ദൈവം, ഞാനതാ പറഞ്ഞത്, കർത്താവിന് വേണ്ടി നമ്മളൊരു ചെറുവിരൽ അനക്കിയാൽ നമുക്ക് വേണ്ടി ഒരു കരമാ ദൈവം പ്രവർത്തിക്കുന്നത്. ഞങ്ങൾക്ക് ലഭിച്ച ഭൗമിക നന്മ ആദ്യം എൻ്റെ ഭർത്താവിന് മാത്രം ജോലി ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു തീരുമാനമെടുത്ത് 11% കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കൊടുക്കും. ഞങ്ങളങ്ങനെ ആ ചെറിയ തുകയിൽ നിന്ന് 11% വേറെ മാറ്റി വെച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വെക്കും. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ചുരുക്കമായ പക്ഷേ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, നല്ലതായി ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അതിനുശേഷം പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ സാലറി വർദ്ധിക്കാൻ തുടങ്ങി, നന്മകൾ വർദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ പെർസെൻറ്റേജ് കൂട്ടി. അങ്ങനെ ഞങ്ങൾ 25% വരെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. നമ്മൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ, ഞാൻ പറഞ്ഞല്ലോ, ദൈവം ആർക്കും കടക്കാരനല്ല. അവൻ എഴുതി കുറിച്ചു വെച്ച് അതിന് മറുപടി തരുമെന്ന് എൻ്റെ ജീവിതത്തിൻ്റെ ഒത്തിരി അനുഭവങ്ങളിൽ കൂടെ എനിക്ക് പറയുവാൻ കഴിയും. അങ്ങനെ കർത്താവ് ഞങ്ങളെ ആ കുഞ്ഞിനെ പഠിപ്പിക്കാനുള്ള വഴികളെല്ലാം ഞങ്ങൾക്ക് സിമ്പിളായി പഠിപ്പിച്ചിറക്കാൻ ദൈവം ഇടയാക്കി. പക്ഷേ ആ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൻ്റെ 3-ാം വർഷം 2021 എൻ്റെ പ്രിയപ്പെട്ടവൻ ഈ ദേശത്ത് ഈ കോവിഡിൻ്റെ പ്രയാസം വന്നതുകൊണ്ടും ഭവനത്തിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള ബുദ്ധിമുട്ട് ആ കുഞ്ഞ് ആ സമയത്ത് ഇവിടെ വന്നില്ല, അവന് കാണാൻ പറ്റിയില്ല. ഞങ്ങൾ പിന്നെ ഈ ലൈവിൽ കൂടെയൊക്കെ കണ്ടതേ ഉള്ളൂ. ഇളയ മകൻ ഇപ്പോൾ ഉണ്ടായത് അന്ന് 10-ലായിരുന്നു. പിന്നെ 2 വർഷം കൂടെ ഇവിടെ പഠിച്ചു. 12 കഴിഞ്ഞിട്ട് ഇപ്പോൾ അവനും ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു, കമ്പ്യൂട്ടർ ഡാറ്റ സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ 2 കുഞ്ഞുങ്ങൾ ഇപ്പോൾ ബാംഗ്ലൂരിലുണ്ട്. മാസ്റ്റേഴ്സിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചും ഇരിക്കുന്നു. കർത്താവിൻ്റെ കൃപാഹിതം പോലെ ആവശ്യങ്ങൾ നടക്കട്ടെ. കുഞ്ഞിൻ്റെ ജനനത്തോട് ബന്ധപ്പെട്ടൊക്കെ ഞാൻ പറയുന്നെങ്കിൽ വലിയ അത്ഭുതങ്ങളാണ്. അവൻ്റെ മൂക്കിനകത്ത് അഡിനോയിഡ് എന്ന് പറയുന്നൊരു മുഴ വന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. കുഞ്ഞിന് ശ്വാസം വിടാൻ ഭയങ്കര പ്രയാസം, രാത്രികാലങ്ങൾ വളരെ ബുദ്ധിമുട്ടി. അവന് അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ അവസാനം ഹോസ്പിറ്റലിൽ കൊണ്ട് അമേരിക്ക മിഷനിൽ കൊണ്ടുപോയി അവിടുന്ന് സർജറിക്കുള്ള ഡേറ്റ് എടുത്ത് മടങ്ങി വരവേ ആ വാഹനത്തിരുന്നുകൊണ്ട് എനിക്കൊരു തീരുമാനം, എൻ്റെ ദൈവത്തിന് ഒരു സർജറി കൂടെ. അതിൻ്റെ ഭർത്താവിന് അല്പം ഭയമുണ്ട് ആ വിഷയങ്ങളിൽ. നമ്മൾ നേഴ്സായതുകൊണ്ട് നമ്മൾ അത്രയും ഭയപ്പെട്ടില്ല. അപ്പോൾ അദ്ദേഹം ഭയങ്കര വരയ്ക്കാൻ തുടങ്ങി. മൂക്കി സർജറി ചെയ്യാനോ കൊച്ചിൻ്റെ മൂക്ക് മുറിക്കാനോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ തീരുമാനമെടുത്തു, എൻ്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. ഏത് രോഗത്തെയും സൗഖ്യമാക്കുവാൻ അവൻ ശക്തൻ. സർജറി കൂടാതെ ഒരു മുഴയെ മാറ്റുവാൻ അവൻ ശക്തൻ. എൻ്റെ മാതാവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ദൈവത്തിന് എനിക്ക് വേണ്ടിയും പ്രവർത്തിപ്പാൻ കഴിയുമെന്നൊരു വിശ്വാസം എൻ്റെ ജീവിതത്തിൽ വന്നു. ഞങ്ങൾ ഒരുമിച്ച് ഉപവാസം എടുത്തു. അന്നും ഒരു 21 ദിവസം ഉപവസിച്ചപ്പോൾ ഒരു കർത്തൃദാസൻ ഞങ്ങളുടെ ഭവനത്തിൽ വന്നു. അദ്ദേഹം പറഞ്ഞു, കളി കൊള്ളാം, കൊച്ചിനോട് കളിക്കരുതെന്ന് പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് പോലും വിശ്വാസം പോവുകയാണ്. ഈ കൊച്ചിൻ്റെ ഈ വലിയ പ്രോബ്ലം വന്ന് നമ്മൾ ഉപവസിച്ചുകൊണ്ടിരിക്കുക, കൊച്ചു തട്ടിപ്പോകുന്ന പാസ്റ്റർ പറയുന്നത്. കർത്താവ് തന്നതാണെങ്കിൽ ദൈവം തരും പാസ്റ്ററെ. ദൈവത്തിന് അങ്ങനെ ഹിതമല്ലെങ്കിൽ സർജറി ചെയ്താലും ജയിക്കുകയില്ലെന്ന് ഞാൻ പറഞ്ഞു. കൃപയാൽ ചില ദിവസങ്ങൾക്ക് ശേഷം അവൻ്റെ ആ രോഗത്തിൽ നിന്ന് ദൈവം പരിപൂർണമായ സൗഖ്യം തന്ന് ഇന്ന് വരെയും അതിനോട് ബന്ധപ്പെട്ട്. അപ്പോൾ ആ ഒരു 2 ദിവസം വരെ പോയി എക്സ്റേ എടുത്തു, അതിൻ്റെ സ്പ്രേകളെ മറ്റു മെഡിസിൻസ് ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നു. അതേ ഡോക്ടറിനെ അടുത്ത 2 ദിവസം കഴിഞ്ഞ് കൊണ്ടുപോയപ്പോൾ ഒന്നുകൂടെ എക്സ്റേ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. എക്സ്റേ കണ്ടിട്ട് ഈ പഴയ എക്സ്റേയും ഈ എക്സ്റേയും കണ്ടിട്ട് ഈ കുട്ടിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞില്ല, ഒന്നും ചെയ്തില്ല നിങ്ങൾ പറയുന്നു, ഈ സെയിം എക്സ്റേ അല്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയാത്തതൊന്നുമില്ല. അങ്ങനെ അത്ഭുതകരമായ വിടുതൽ. 2 കുഞ്ഞുങ്ങളുടെ ഡെലിവറി ടൈമിലൊക്കെ ഒത്തിരി പ്രോബ്ലംസ് എനിക്ക് ഉണ്ടാകുവാൻ, എൻ്റെ കുഞ്ഞിൻ്റെ ഹാർട്ട് പോയി എന്ന് നേഴ്സ് വിളിച്ചു പറഞ്ഞു. അവർ വിളിച്ചു തൂവാൻ തുടങ്ങി. കാരണം 9 മാസം ചുമന്നുകൊണ്ട് നടന്നിട്ട് ലാസ്റ്റ് മൊമെൻറ്റിൽ ജോയ്സേ കുഞ്ഞിൻ്റെ ഹാർട്ടില്ലെന്ന ഒരു നേഴ്സ് വിളിച്ചു പറയുന്നേ. സിസ്റ്ററെ ഭാരപ്പെടണ്ട, പോയതുപോലെ മടങ്ങി വരുമെന്ന് ആ ടേബിളെ കിടന്നുകൊണ്ട് ഞാൻ പറഞ്ഞു. ആ ടൈമിൽ തന്നെ നോർമലായി കർത്താവ് എനിക്ക് ആ കുഞ്ഞിനെ ദാനമായി തന്നു. അങ്ങനെ കർത്താവിൻ്റെ വിശ്വസ്തത എൻ്റെ ഭവനത്തിൽ ഒരുപാട് പ്രാവശ്യം ഞാൻ അനുഭവിച്ചറിഞ്ഞതുകൊണ്ടും ഏതു വിഷയത്തിനും പ്രാർത്ഥനയാൽ ഞാൻ നേടുമെന്നുള്ളൊരു ധൈര്യം എനിക്ക് തന്നതുകൊണ്ടും എൻ്റെ ഭർത്താവിൻ്റെ ഈ ഒരു പ്രത്യേക വിഷയം വന്നപ്പോഴും ഞാൻ അങ്ങനെ ഒരു ധൈര്യത്തിലിരുന്നു. പക്ഷേ ദൈവത്തിന് എല്ലാത്തിനും ഒരു ഹിതമുണ്ട്, ഒരു സമയമുണ്ട്. ഒരു മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഡിഫറൻറ്റാണ്. സമയം, അത് കർത്താവ് നാം എല്ലാവരും ജനിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ വേല ദേശത്ത് എങ്ങനെ ചെയ്യണം, എവിടം വരെ ചെയ്യണം, എത്ര നാൾ ചെയ്യണം എന്നുള്ളൊരു ലിസ്റ്റ് കർത്താവിൻ്റെ കരങ്ങളിലുണ്ട്. ആ സമയമായപ്പോൾ അദ്ദേഹത്തെ കർത്താവ് തിരികെ വിളിച്ചു. എന്നെ ഞാൻ ദുഃഖിക്കുവാൻ തക്കവണ്ണം പല ചാൻസുകൾ എനിക്ക് ഉണ്ടായിരുന്നിട്ടും കർത്താവിൻ്റെ അത്യന്തമായ ശക്തി എന്നെ നടത്തി. എൻ്റെ സഹോദരി എന്നോടൊരു വാക്ക് പറഞ്ഞു. അവളൊരു ഭൗമിക ഒരു അവസ്ഥയിലാണ് പറഞ്ഞതെങ്കിലും, മകളെ, ഒരു ഹസ്ബൻഡ് അമേരിക്കയിലോ മറ്റു രാജ്യങ്ങളിൽ എവിടെയെങ്കിലും പോകുമ്പം ഭാര്യയും കുഞ്ഞുങ്ങളെയും കൊണ്ടുപോകാൻ അല്പസമയം എടുക്കും അവിടെ ചെന്നൊരു വിസയൊക്കെ ആക്കാൻ വേണ്ടി. ആ വിസയ്ക്ക് പോയേക്കുവാണെന്ന് പോലെ നീ അങ്ങ് വിചാരിച്ചോളാം. സത്യം പറഞ്ഞാൽ ആ പ്രത്യേക സിറ്റുവേഷനിൽ അതെൻ്റെ ഹൃദയത്തിൽ അങ്ങ് ആഴമായി പതിഞ്ഞു.
ആ ദേശത്തേക്കല്ലേ എനിക്കും പോകുവാനുള്ളത്. അദ്ദേഹം നേരത്തെ പോയി, മുമ്പേ പോയവർ ഭാഗ്യമുള്ളവർ. അങ്ങനെ കർത്താവ് ആ പാതയിൽ എത്തിച്ചേരാൻ എന്നെയും സഹായിക്കണമേ എന്ന് ഞാനും പ്രാർത്ഥിച്ചും ഇങ്ങനെ കർത്താവിൽ ആഗ്രഹിച്ചും ആയിരിക്കുന്നു. സ്തോത്രം. മക്കളാരെങ്കിലും ഈ ആത്മീയ അവസ്ഥയിൽ പ്രത്യേക ശുശ്രൂഷയിൽ അവരെ ഇവിടെ AG ചർച്ചിലാണ് സൺഡേ സ്കൂളൊക്കെ പഠിച്ചത്. സൺഡേ സ്കൂൾ വർഷിപ്പമായിരുന്ന സമയങ്ങളിൽ എല്ലാ ഉപകരണങ്ങളൊക്കെ ഇത് ചെയ്യാനൊക്കെ അറിയാം. പക്ഷെങ്കിൽ ഇളയ മകനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആലോചനയും മാതാപിതാക്കളായ ഞങ്ങളുടെ ഇരുവരുടെയും ആഗ്രഹവും പൂർണ്ണസമയ വേലയ്ക്ക് വേണ്ടി അവനെ സമർപ്പിച്ചിരിക്കുന്ന പൈതലാണ്. ഇന്ന് അവനൊന്നും ആയിട്ടില്ല. ഇന്ന് ഈ ലോകത്തിൻ്റെ ദുർസ്വഭാവങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഒരു ആത്മീയ മണ്ഡലം വന്നിട്ടില്ലെങ്കിലും പക്ഷേ അവൻ്റെ ധൈര്യവും വിശ്വാസവും പിതാവിൻ്റെ പാതയെ പിന്തുടർന്നുള്ളൊരു ആഗ്രഹവും ഒക്കെ ഉള്ള ആ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഞാനിത് മുന്നോട്ട് പോകുമ്പോൾ തന്നെ എൻ്റെ തലമുറയിൽ ഒരെണ്ണത്തിനെ ഈ പൂർണ്ണവേലയ്ക്കായി ദൈവം പ്രയോജനപ്പെടുത്തുന്നിടം വരെ കർത്താവ് ഈ ഭൂമിയിൽ എനിക്ക് ശുശ്രൂഷകൾ തരുമെന്ന് ഞാൻ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അവനെ അത് ഏൽപ്പിച്ചിട്ട് വേണം അടുത്ത സ്റ്റെപ്പ് എന്താ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്ന് വെച്ചാൽ ആ രീതിയിലേക്ക് മാറണം. സ്തോത്രം. അപ്പോൾ ഇളയ തലമുറയാണ് ഞങ്ങളുടെ ആഗ്രഹം. എൻ്റെ പ്രിയപ്പെട്ടവൻ ആഗ്രഹിച്ചിരുന്നത് 12ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ ഇവനെ ഡയറക്റ്റ് ബൈബിൾ കോളേജിൽ വിടണമെന്നായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചപ്പോൾ ദൈവവചനം ദൈവവേലയെന്ന് പറയുന്നത് സ്വയമായ സെലക്ഷനാണ്. മാതാപിതാക്കളുടെ ഇതിൽ പോയി ഏതെങ്കിലും ഒരു ഡിഗ്രി കിട്ടുമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് പോലെയല്ല. നാളെ ഒരു വേദന, ഒരു പ്രയാസം, ഒരു ദുഃഖം കടന്നു വന്നാൽ അവനെ എങ്ങനെ പോകുമെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. അത് ദൈവനാമം ദുഷിക്കുവാൻ കാരണമാകരുത്. അങ്ങനെ വിചാരിച്ച് ഞങ്ങൾ പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അവന് വേണ്ടി എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവനെ പഠിപ്പിക്കണമെന്നോ മിടുക്കനാക്കണമെന്നോ നല്ലൊരു സർട്ടിഫിക്കറ്റ് ആണെന്നോ ഒന്നും പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരിയായി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു മാനപാത്രമാകുകൊണ്ട് ദൈവം അയക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ അയച്ച് അവനെ കൊണ്ട് കഷ്ടത്തിലിരിക്കുന്നവരെ ഉദ്ധരിക്കാൻ ഉപകരിക്കുന്ന ഉപകരണമായി മാറണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ദൈവം അത് ചെയ്തു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവനെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപ എന്ന് മറ്റ് 2 മക്കളും കർത്താവിൻ്റെ വേലയോട് ഇൻട്രസ്റ്റ് ഉള്ളവരാണ്. പക്ഷെ 2 പേരും ഇപ്പോൾ ഒന്നും ആയിട്ടില്ല. അവർ ഒരു ഭൗമിക ജീവിതത്തിലൊക്കെ നയിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. തീർച്ചയായിട്ടും കർത്താവ് അതിനും ഒരു വഴി ഒരുക്കട്ടെ. സ്തോത്രം. കർത്താവ് ദാസിക്ക് കർത്താവ് നൽകിയിരിക്കുന്ന ഈ വലിയൊരു ധൈര്യം, ആ ഒരു പ്രത്യാശ, ആ ഒരു വിശ്വാസം, അത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അത്യന്ത കൃപയാണ്. ദൈവത്തിന് ഇപ്രകാരം പറയുന്ന ലോകത്തിന് കഷ്ടമുണ്ടെങ്കിൽ ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അനേക കഷ്ടങ്ങൾ കൂടി കർത്താവ് ഇങ്ങനെ വഴി നടത്തി ആ ഒരു പ്രത്യേക അനുഭവം ജീവിതത്തിൽ ഉണ്ടായപ്പോൾ അതിനെ നേരിടുവാൻ നിശ്ചയമായും കർത്താവ് തന്നൊരു കൃപയാണത്. ആ ഒരു ദൈവകൃപയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും സാധിക്കുകയില്ല പിടിച്ചു നിൽക്കുവാൻ തക്കോണം. അത് തന്നെയുമല്ല, അതോടൊപ്പം തന്നെ പാരലായിട്ട് ദൈവസഭ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുവാൻ തക്കോണം കർത്താവ് നൽകിയിരിക്കുന്ന കൃപ അത് വലിയൊരു ദൈവകൃപയാണ്. ദൈവത്താൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ ആ സാന്നിധ്യവും ശക്തീകരണവും ഉള്ളതുകൊണ്ട് മാത്രമാണ് അത് സാധിച്ചത് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നത്. സ്തോത്രം. കർത്താവ് ദാസിയുടെ എന്താണ് വിഷൻ? ഒരു ഇപ്പോൾ ജോലിയിലായിരിക്കുന്നു, മക്കൾ ഇവിടെയില്ല, ചർച്ച ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. ദാസിയുടെ ഫ്യൂച്ചർ വിഷൻ എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മക്കളിൽ ഒരാളെ കർത്താവിൻ്റെ വേലയിലാക്കണം. പക്ഷേ ഇവിടെയൊന്നും എനിക്ക് ഒന്നുമില്ല. എന്നോട് പറഞ്ഞിരിക്കുന്ന ഒരു വാക്തത്വം എന്ന് പറയുന്നത്, കുറേ കാലം, അല്പകാലം എനിക്ക് ഈ ദേശത്ത് കർത്താവിൻ്റെ വേല ചെയ്യിപ്പിക്കണം. എവിടെ ഒരു നിന്ദിച്ചോ എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു നിന്ന പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ ആഗ്രഹിച്ചൊരു മേഖലയിൽ എനിക്ക് എത്താൻ പറ്റാതെയാണ് കുടുംബത്തിനകത്തുണ്ടായ ഈ പ്രയാസങ്ങൾ, പ്രതികൂല സംഭവങ്ങൾ നടന്നത്. കർത്താവിൻ്റെ വ്യക്തമായ ഒരു ആലോചന കേട്ട ദൈവസഭ തുടങ്ങിയത്. അവിടെ ഇടയിൽ വെച്ചത് സ്പ്ലിറ്റാകുവാൻ, തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല എന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ ആദ്യ സമയങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രതികൂല സാഹചര്യം വന്നപ്പോൾ ഞാൻ വിചാരിച്ച് തകർന്നു പോയെന്ന്. പക്ഷെ ദൈവം അതെന്നെ കൊണ്ട് കഴിവില്ലാത്ത എന്നെ, അതേ ഒരു കഴുതക്കുട്ടിയുടെ മേൽ യേശു കർത്താവ് വാഹനമേറി കഴിഞ്ഞപ്പോൾ അത് മാന്യതയുള്ളതായി മാറി എന്ന് പറഞ്ഞതുപോലെ, അറിവോ കഴിവോ പ്രാപ്തിയോ ഇല്ലാത്ത പ്രത്യേകിച്ച് സഹോദരിയായിരിക്കുന്ന എനിക്ക് ഒരിക്കലും കേരളത്തിലെ നമ്മുടെ സഹോദര കുടുംബങ്ങൾ അനുവദിക്കാത്ത ഈ വിഷയം കർത്താവിനാൽ സംഭവിപ്പിച്ച് എന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാറുണ്ട്, കർത്താവെ അങ്ങ് തന്നെയാണല്ലോ എന്നെ സെലക്ട് ചെയ്ത് ഇവിടെ ബാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ ഭയപ്പെടുന്നു, പലതിനെയും ഭയപ്പെടുന്നു, മനുഷ്യരുടെ വാക്കുകളെ ഭയപ്പെടുന്നു, പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഭയപ്പെടാറുണ്ട്. പക്ഷേ അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ കൽപ്പനകളും ഉപദേശങ്ങളെയും വിട്ടൊരു ശുശ്രൂഷ ചെയ്യുവാൻ ഞാൻ മുതിരുകയുമില്ല. പിന്നെ കർത്താവ് എന്നെ ആക്കുന്നിടത്തോളം സമയം ഞാൻ ഈ ദേശത്ത് ഈ പ്രവൃത്തി ചെയ്യുകയും, എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പൂർണ്ണ സമയത്ത് ഏതെല്ലാം രാജ്യങ്ങളിൽ അയക്കുന്നു, അത് തീയിലും വെള്ളത്തിൽ നിന്ന് ചിലതിനെ വലിച്ചെടുക്കുക, അതാ എൻ്റെ ഉദ്ദേശം.
ഒരു പ്രവചനം പറഞ്ഞ് ഒരു കുടുംബത്തിൽ ചെന്ന് അവരെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കുമെന്നൊക്കെ പറയുന്ന ആ വിഷയത്തോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. യേശു ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലാത്തവർക്ക് യേശുവിനെ അറിയിക്കുക, അതാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ദൗത്യം അത്, എന്നെ ഏൽപ്പിച്ചിരിക്കുക. അത് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, യഹൂദന്മാരുടെ ഇടയിലുള്ള ശുശ്രൂഷ പത്രോസെ നിന്നെ ഏൽപ്പിച്ചിരിക്കുക, നീ പൊക്കോ, എന്നെ ജാതികളുടെ അപ്പോസ്തലനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഒന്നും അറിയാത്ത, യേശുവിനെ അറിയാത്ത എഫെസോസ് പട്ടണത്തിലും മറ്റനവധി സ്ഥലങ്ങളിലും കടന്നു ചെന്ന്, അത് ഇന്നടമൊന്നൊന്നുമില്ല, പുഴവക്കം കിട്ടിയാൽ അവിടെ പറയും, ജയിലറ കിട്ടിയാൽ അവിടെ പറയും, തെരുവീഥികൾ കിട്ടിയാൽ അവിടെ പറയും, ചന്തസ്ഥലം കിട്ടിയാൽ അവിടെ പറയും. ഇതാണ് എൻ്റെ ആഗ്രഹം. ഇന്നിടത്ത് ഒരു ചർച്ചിൽ പോയി നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എവിടെയും ഏത് സാഹചര്യം കിട്ടുന്നിടത്തും യേശു ക്രിസ്തുവിനെ പറയുക, അറിയാമെന്ന ഭാഷയിൽ ക്രിസ്തുവിനെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഇതിനു വേണ്ടി ആവോളം ഞാൻ ഇപ്പോൾ ദൈവവചനം വായിച്ചൊക്കെ ഇങ്ങനെ പഠിച്ചു കൊണ്ടിരിക്കുക. കാരണം വിവിധ കൾച്ചറിൽ വിവിധ രീതിയിലുള്ള ജനത്തെയാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഇവരോടെല്ലാവരോടും ഒരേ രീതിയിൽ ഈ സുവിശേഷം പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ മനസ്സിലാവത്തില്ല. കർത്താവെ അവർക്കും മനസ്സിലാകാൻ തക്കവണ്ണം ചിലപ്പോൾ ഒരു രോഗിയായിരിക്കും നമ്മുടെ മുമ്പിൽ വരുന്നത്, അവൻ സുവിശേഷം അറിഞ്ഞിട്ടില്ല, അവന് രോഗത്തിനൊരു സൗഖ്യം വേണം. അപ്പം ഞാൻ ദൈവത്തോട് പറയുന്നത്, അപ്പോസ്തലന്മാരുടെ കാലഘട്ടങ്ങളിൽ അപ്പോസ്തലന്മാർ ചെയ്തിരുന്നത് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും ഈവൻ യേശു കർത്താവ് തന്നെ ദൈവമെന്ന് ആ ജനത്തിന് വെളിപ്പെടുത്തി കൊടുത്തി. അങ്ങനെ ശമരിയ പട്ടണത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്തപ്പോഴാണ് ശമരിയയിലുള്ള ആൾക്കാർ രക്ഷിക്കപ്പെട്ടത്. ഈ ഒരു പ്രവൃത്തിയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു പ്രവൃത്തി. അതല്ലാതെ യഹൂദന്മാരുടെ ഇടയിലുള്ള ശുശ്രൂഷയിൽ എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ദൈവം കൊണ്ടുപോയാൽ അവിടെയും ഞാൻ ചെയ്യും, എനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷെങ്കിൽ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ജാതികളുടെ ഇടയിലേക്ക്, ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്ത ജനത്തിൻ്റെ ഇടയിലേക്ക്, ശമരിയ പോലുള്ള പട്ടണങ്ങളിലേക്ക് കർത്താവിനെ അറിയിക്കാൻ എന്നെ ഉപയോഗിക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം. ഇതാണ് എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹവും ഞാൻ പ്രത്യാശിക്കുന്നതും അതുതന്നെ. അങ്ങനെ കർത്താവിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. എത്രത്തോളം കർത്താവ് ദാസിയെ അത്ഭുതകരമായി വഴി നടത്തി, തീർച്ചയായിട്ടും ഈ ആഗ്രഹത്തെ കർത്താവ് മാനിക്കും. അപ്രകാരം തന്നെ സംഭവിക്കട്ടെ. അനേക രാജ്യങ്ങൾ കടന്നു നിന്ന് അനേകം നേടുവാൻ കർത്താവ് വഴിയൊരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അസാദി ചാനലിലെ പ്രേക്ഷകരെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരോട് എന്താണ് പ്രത്യേകമായി പറയുവാനുള്ളത്? അവരും കാതോർത്തിരിക്കുന്നു. സ്തോത്രം. അസാദി സെയർ ചാനൽ ഇത്രത്തോളം എന്നെ കേട്ടുകൊണ്ടിരുന്ന ദൈവജനത്തിന് മനസ്സിലായി കാണും എന്താണ് കർത്താവിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശമെന്ന്, എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ വഴി നടക്കപ്പെടുന്നത്. പ്രിയമുള്ളവരെ, നമ്മളുടെ വഴി നല്ലതായി നമുക്ക് തോന്നും, പക്ഷേ കർത്താവിന് നമ്മെക്കുറിച്ചുള്ള വഴി വ്യത്യസ്തമാണ്. ആദ്യം നാം ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് നമ്മുടെ ജീവിതത്തിൽ നാം തിരിച്ചറിയണം. നിങ്ങൾ രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തിയാണോ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ രക്ഷ എന്താണെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായി നമ്മോട് പറയുന്നു. യേശു ക്രിസ്തു കർത്താവായി, അതേ ദൈവപുത്രനായിരുന്നവൻ, അവനെ മനുഷ്യനായി ഭൂമിയിലേക്ക് അയച്ചത് നാം എല്ലാവരും ഒരുപോലെ പാപികളായി കൊള്ളരാത്തവരായിരുന്നു. നമ്മെ കർത്താവ് വീണ്ടെടുക്കുവാൻ, അതേ തൻ്റെ മക്കളും അവകാശികളുമാക്കി തീർക്കുവാനാ യേശു കർത്താവ് നമ്മെ ഭൂമിയിലേക്ക് അയച്ചത്, യേശു കർത്താവിനെ ഭൂമിയിലേക്ക് അയച്ചത്. കർത്താവിൻ്റെ വചനം പറയുന്നു, പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ എനിക്ക് വാഹനം കിട്ടണം, വീട് കിട്ടണം, ഭൗമിക നന്മകൾ കിട്ടണം എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന കർത്താവിൻ്റെ വചനം പറയുന്നത്. നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലമൊക്കെ നിങ്ങളെ പിന്തുടരും. പക്ഷെങ്കിൽ നിങ്ങൾ നടക്കേണ്ടുന്ന പാത യേശുവിനോട് ചേർന്ന് നടക്കണം. യേശുവിനോട് ചേർന്ന് നടന്നാൽ ഒന്നിനും ബുദ്ധിമുട്ടാൻ ദൈവം അനുവദിക്കത്തില്ല എന്ന് എൻ്റെ ജീവിതാനുഭവത്തിൽ ഞാൻ പറയുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഭർത്താവിൻ്റെ ദേഹവിയോഗത്തിന് ശേഷം അനവധി വിഷയങ്ങളിൽ എനിക്ക് ഭാരപ്പെടാൻ സാഹചര്യമുണ്ടായിരുന്നു. അതായത് ഞാൻ പറഞ്ഞ, എനിക്ക് ലീഗലായൊരു കാര്യം കൈകാര്യം ചെയ്യാൻ അറിയത്തില്ല, എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയൊന്നും ചെയ്ത് പരിചയമില്ലാത്തത് കൊണ്ട് ബാങ്ക് ഇടപാടുകൾ, ഒരു കമ്പ്യൂട്ടറിൽ ഒരു കാര്യങ്ങൾ ചെയ്യുക, ഇങ്ങനെ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ആഗ്രഹിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവദൂതന്മാരെ ദൈവം അയച്ച എൻ്റെ വിഷയങ്ങൾക്ക് ദൈവം വിടുതൽ തന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങൾ യേശുവിനെ അറിയണം. ഞാൻ പറഞ്ഞല്ലോ, ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ലോകത്തിൻ്റെ സകല മായയിൽ കൂടെ നടന്നിട്ട് അദ്ദേഹം പറയുക, ഹാ മായ മായ, സകലതും മായ എത്രയെന്ന് തനിക്ക് ബോധ്യവാനായി, ബുദ്ധിമാനായ, ജ്ഞാനികളിൽ ജ്ഞാനിയായ, സകലത്തിനും കഴിവുണ്ടെന്ന് വിചാരിച്ചിരുന്ന ശലോമോന്റെ ജീവിതാനുഭവത്തിൽ താൻ പറയുക, ഇതെല്ലാം മായയാണ്. സ്തോത്രം. അദ്ദേഹം തന്നെയാണ് ഞാൻ മുമ്പേ പറഞ്ഞ വചനം, ദുർദിവസങ്ങൾ വരുന്നുവെന്ന് അറിയണമെന്നും. സെലക്ഷൻ നമ്മുടേതാണ്. ഇന്ന് പകൽക്കാലം എൻ്റെ കാഴ്ചക്കാരോട്, കേൾവിക്കാരോട് എനിക്ക് പറയുവാനുള്ളത്, യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ കരസ്ഥമാക്കുകയും ചെയ്താൽ അതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. തലമുറ തലമുറയായി നമ്മുടെ സങ്കേതമായിരിക്കുന്ന ആ കർത്താവിനെ നിങ്ങളുടെ ജീവിതത്തിൽ അംഗീകരിച്ച്, ആ ജീവിതം ആ ക്രിസ്തുവിനെ നിങ്ങൾ ഏറ്റെടുത്ത് ക്രിസ്തുവിനായി ജീവിപ്പാൻ മനസ്സ് വെച്ച്, ക്രിസ്തുവിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച്
ഒരു വിശുദ്ധ ജീവിതം നയിക്കണം. ആ പ്രത്യാശയിൽ നിങ്ങൾ മുന്നേറണം. അങ്ങനെയെങ്കിൽ നിങ്ങളും നിങ്ങളുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടും, ഈ ഭൂമിയിലും അനുഗ്രഹിക്കപ്പെടും. അതിനുശേഷം മരണത്തിന് അപ്പുറമുള്ളൊരു ജീവിതം, നമ്മുടെ ആത്മാവിൻ്റെ ഒരു നിത്യത നമ്മൾക്ക് നിത്യസ്വർഗത്തിൽ കർത്താവിനോടുകൂടെ വാഴുവാനിടയായിത്തീരും. അതിനായി ഞാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. അതുകൊണ്ട് ഈ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്. സ്തോത്രം. കർത്താവദാസി പാസ്റ്റർ ജോയ്സ് ജേക്കബ് കടന്നു വരികയും അസാരി ചാനലിലെ പ്രേക്ഷകർക്ക് ആവശ്യമായ അനുഭവത്തോട് ചേർന്നുള്ളതായ സാക്ഷ്യങ്ങളും അനുഭവങ്ങളും ഷെയർ ചെയ്ത് വളരെ നന്ദി, വളരെ സന്തോഷം. കർത്താവദാസിയെയും മക്കളെയും ദൈവസഭയെയും മാതാപിതാക്കളെല്ലാവരും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അസാരി ചാനലിൻ്റെ വീക്ഷകരോട് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നന്ദി അറിയിക്കുകയാണ്. ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്നതായ നിങ്ങളെല്ലാവരും കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസിയിൽ നിന്ന് കേട്ടതായ അനുഭവങ്ങൾ നിങ്ങളെല്ലാവരുടെയും ജീവിതത്തിൽ അത് പ്രാവർത്തികമായി തീരുവാൻ തക്കണം. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുവാൻ, ധൈര്യം വർദ്ധിക്കുവാൻ, സമർപ്പണം വർദ്ധിക്കുവാൻ, കർത്താവിനെ വരവരെ നോക്കി പാർത്ത് ജീവിക്കുവാൻ, വിശുദ്ധിയോട് നിൽക്കുവാൻ, അന്ത്യത്തോളം വിശ്വസ്തരായി നിൽക്കുവാൻ തക്കണം. കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തുടർന്നും അനേക കർത്താവിൻ്റെ ദാസസമാന അനുഭവങ്ങളും സാക്ഷ്യങ്ങളും ഈ ദിവസങ്ങളിലുണ്ട്. അതിനായി നിങ്ങൾ കാതോർത്തിരിക്കാം. നിങ്ങളെല്ലാവരും കർത്താവ് സഹായിക്കുമാറാകട്ടെ. ആമേൻ.